പാപത്തിൻ്റെ വേരുകൾ, അതിൻ്റെ ഫലം, അതിൻ്റെ മരം, അതിൻ്റെ വേരുകൾ. ഈ വേരുകൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പാപത്തിൻ്റെ ഫലം പലപ്പോഴും നമുക്കറിയാം, പാപത്തിൻ്റെ ആ യാത്ര നമുക്കറിയാം, പക്ഷെ അതിൻ്റെ വേരെവിടെയാണ് എന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ശരീരത്തിലാണ്, ശരീരത്തിലെ വികാരങ്ങളാണ് അതിന് കാരണം. ഈ ശരീരത്തിൻ്റെ വികാരങ്ങൾ പ്രശ്നമാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം അവിടുത്തെ പ്രാർത്ഥന ഇതാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും. അപ്പം ഈ മരണകരണമായ ഒരു ശരീരമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ വിടുതൽ ഇത്തിരി പാടാണ്. കാരണം ഈ ശരീരം അടുത്തെങ്ങും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ എത്ര വിചാരിച്ചാലും ഈ ശരീരത്തിൽ നിന്ന് നല്ലതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എത്ര തീരുമാനം എടുത്താലും പറ്റില്ല. ഈ ശരീരം നന്നാകണമെങ്കിൽ കർത്താവ് രണ്ടാമത് വരണം. കാഹളനാദം കേൾക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരം നന്നാവുള്ളൂ. പുതിയ തേജസ്സുള്ള, പാപം അറിയാത്ത, പാപവുമായി ബന്ധമില്ലാത്ത, വീണ്ടെടുക്കപ്പെട്ട ഒരു ശരീരം നമുക്കുണ്ടാകാൻ, ഈ മന്മയമായ മരിക്കുന്ന ശരീരം മാറി മരിക്കാത്ത നിത്യമായ ശരീരം നമുക്കുണ്ടാകാൻ നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും കാത്തിരിക്കണം. പക്ഷെ പാപത്തിൽ നിന്ന് ജയിക്കാൻ അത്രയും കാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. വി നീഡ് സാൽവേഷൻ ഹിയർ. ഇപ്പം തന്നെ നമുക്കത് ലഭിച്ചേ പറ്റുള്ളൂ. എന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ ഈ പാപത്തിൻ്റെ വേരുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നതിൻ്റെ അവസാനം വരെ വി ഹാവ് ടു ലിവ് വിത്ത് ദിസ് ബോഡി. അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ ബോഡി വഷളായി വരും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. നമ്മൾ നന്നായി വരുമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ ബെറ്ററായി ചിന്തിക്കും, പക്ഷെ ശരീരം കൊണ്ടാവില്ല. കാരണം ശരീരം ഓരോ ദിവസം ചെല്ലും തോറും നന്നായി വരികയല്ല, വഷളായി വരികയാണ്. ഒരു 28 years കഴിഞ്ഞാൽ പിന്നെ ശരീരം നന്നാവാനൊന്നും പോകുന്നില്ല. ദാറ്റ്സ് ഗോയിങ് ഡൗൺ ദ സ്പൈറൽ. അതങ്ങനെ പോകും. വാട്ട് എവർ യു ഡു ദാറ്റ് വിൽ ഗോ ഡൗൺ. അവസാനം ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് എത്തുന്നവരെയും ഇത് നന്നാകുന്നില്ല. അപ്പോൾ അവിടെ ഹോപ്പ് കുറവാണ്. ശരീരത്തെ നോക്കിയാൽ ദർ ഇസ് നോ ഹോപ്പ്. അതുകൊണ്ടാണ് പൗലോസ് വിലപിക്കുന്നത്, ഹൂ വിൽ സേവ് മീ? സമൺ ഹാസ് ടു സേവ് മീ. ഈ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തീരുമാനം കൊണ്ടൊന്നും നന്നാകാൻ പറ്റുന്നില്ല. അപ്പം സമൺ ഹാസ് ടു സേവ് മീ എന്ന് പൗലോസ് പറയാനുള്ള കാരണം ഇതാണ്. അതായത് ശരീരമാണ് പ്രശ്നം. ശരീരം ഇപ്പോഴെങ്കിലും വീണ്ടെടുക്കപ്പെടുന്ന ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രോമിസ്, വൺ ഡേ വെൻ എവരിത്തിങ് ഈസ് ഓവർ. പക്ഷെ നമ്മൾ പാപത്തിൻ്റെ വിടുതലിന് അന്ന് വരെ കാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടിരുന്നത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ഒരു കഥയും കൂടെ ഞാൻ പറയാം. അത് മനസ്സിലാക്കാൻ, അത് 8-ന്റെ 1, 2, 3 മനസ്സിലാക്കാൻ ഒരു കഥയും കൂടെ ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കഥ ഈ ബൈബിൾ വചനത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഒരു നിസ്സഹായമായ ഒരു പരിസ്ഥിതിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ദൈവം രക്ഷിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഒന്നും പഠിക്കാത്ത, ഒരു അക്ഷരം പോലും എഴുതാൻ അറിയാത്ത ഒരു കൊച്ച് ഒരു സ്കൂളിലുണ്ട് എന്ന് വിചാരിച്ചു. ഇവന് എക്സാം എഴുതാൻ അറിയില്ല, എഴുത്ത് അറിയില്ല. ഈ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ചില പിള്ളേർക്ക്. അപ്പം 6 അവരെഴുതി എങ്ങനെ ഇരിക്കും, ബാക്കി എല്ലാ അക്ഷരവും നേരെ ഇരിക്കും, ഇത് മാത്രം തിരിഞ്ഞിരിക്കും. ഇസഡ് എഴുതി എങ്ങനെ ഇരിക്കുക, അതാ ശരിയാക്കാൻ പറ്റില്ല. അവരെത്ര വിചാരിച്ചാലും ശരി മനസ്സിലാവും, പിന്നെ എഴുതുമ്പോൾ ഇങ്ങനെ വരും. അക്ഷരങ്ങൾ പല വഴിക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞൊരു രോഗത്തിൻ്റെ, ലേണിംഗ് ഡിസോർഡറിൻ്റെ ഒരു ഭാഗമാണത്. അവർക്ക് വേറെ ഒത്തിരി ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും പിള്ളേർക്ക്. ദേ വിൽ ബി ജീനിയസ് ഇൻ സംതിങ് എൽസ്. പക്ഷെ എഴുതാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ് അപമാനിച്ചൊരു കൊച്ച് ഒരു ക്ലാസ്സിലുണ്ട്. അപ്പം ചില പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടാണ്, അവർ ബ്രില്യൻ്റാണ്, അവർ റാങ്ക് ഹോൾഡേഴ്സ് ആകാൻ പോവുകയാണ്, A+ അതും ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവനെപ്പോഴും അപമാനിതനും എക്സാമിനെ ഭയപ്പെടുന്നവനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേദനിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു യേശുക്രിസ്തു വന്നപ്പോൾ ഉണ്ടായ സാഹചര്യം. സം പീപ്പിൾ വെയർ സോ ഗുഡ്. എല്ലാം നീതി പ്രവൃത്തികളും ചെയ്ത് പരീശന്മാരെ അവരെ പ്രാർത്ഥിക്കേണ്ടാത്തപ്പോഴും പ്രാർത്ഥിച്ച് അവരുടെ സമയമുണ്ടായിരുന്നു. അത് എപ്പോഴും ന്യായപ്രമാണം അനുസരിച്ച് കഴിഞ്ഞിട്ട്, അതിൻ്റെ ആത്മാവിലല്ല കേട്ടോ, അതിൻ്റെ പ്രവൃത്തികളിൽ അനുസരിച്ച് കഴിഞ്ഞിട്ട് മതിയാകഞ്ഞിട്ട് സ്വന്തം പ്രമാണം ഉണ്ടാക്കിയവർ അത്ര മിടുക്കന്മാരുണ്ടായിരുന്നു. അതായത്
NCERT പുസ്തകത്തിലെ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്ത ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡിൻ്റെ എല്ലാം സോൾവ് ചെയ്ത ശേഷം സ്വന്തം പ്രോബ്ലം ഉണ്ടാക്കിയവർ എന്ന് ആലോചിക്കുക. ആ ടൈപ്പ് പിള്ളേർ. അപ്പം ഇങ്ങനെയുള്ളവർ എടുത്തിട്ട് കർത്താവ് രോഗമുള്ള ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. എവിടെ രോഗമുള്ള ആരുമില്ല. ദേ ആർ വില്ലിംഗ് ടു ടീച്ച്, ദേ ആർ നോട്ട് വില്ലിംഗ് ടു ലിസൺ. അതായിരുന്നു കർത്താവ് അനുഭവിച്ച അതേ സാഹചര്യം. അതേസമയത്ത് ചില ആൾക്കാർ ഒരു നീതിയും ചെയ്യാൻ പറ്റാതെ ശരീരത്തിനും മനസ്സിനും അടിമകളായി യാതൊരു വിധത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത പാപികളുടെ ഒരു വൃന്ദവും ആ സമയത്തോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം എന്ന് ഞാൻ നിങ്ങളെ സങ്കല്പിച്ചു. എക്സാക്ട്ലി ദറ്റ് സെയിം സിറ്റുവേഷൻ. ഇപ്പം കർത്താവ് വരുന്നത് ആർക്ക് നല്ല വാർത്ത പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്? ആർക്ക് നല്ല വാർത്ത പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്? ഈ ബെസ്റ്റ് നീതിമാന്മാർക്കാണോ കർത്താവ് നല്ലത്, അതോ പാപിക്കാണോ? പാപികൾക്ക് വേണ്ടിയാ കർത്താവ് വന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ശരിക്കും കർത്താവ് വന്നത് ആ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് അവാർഡ് കൊടുക്കാനല്ല. അങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം ക്ലാസ്സിലെല്ലാവരും ഇരിക്കുമ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ 10th ക്ലാസ്സിലൊക്കെ മാർക്ക് മേടിക്കുമ്പം അവാർഡ് കൊടുക്കാനൊക്കെ ആൾക്കാർ വെളിയിൽ നിന്ന് വരും. പണ്ടത്തെ കാലത്ത് ഭയങ്കര ആഘോഷം ഇത്. അതുപോലെ വലിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആരെയാ ആദ്യം അന്വേഷിക്കുന്നത്? ഇവിടുത്തെ ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടുന്നാൽ എഴുന്നേറ്റ് അവനൊരു അവാർഡ് കൊടുക്കാൻ ആരെങ്കിലും പറയുമോ? ഇല്ല. അത് തന്നെ ഒരു അപമാനമായിരിക്കും. ഒരു ഏറ്റവും നല്ല സ്റ്റുഡൻറ്റിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. എല്ലാവരുടെയും ചിന്ത കർത്താവ് വരുന്നതും ഏറ്റവും നല്ല ആൾക്കാരെ പിടിച്ച് അവാർഡ് കൊടുക്കാൻ വേണ്ടിയാണെന്നായിരുന്നു. അപ്പം പരീക്ഷന്മാരെല്ലാം വിചാരിച്ചു മെസ്സിഹ വരുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുള്ളൂ. കാരണം ആകെ ഇത്തിരി ഗുണമുള്ളവന്മാർ ഞങ്ങളേ ഉള്ളൂ. ബാക്കി ലോകം മുഴുവൻ മോശമായി കിടക്കുക. അല്ലേ? പെന്തക്കോസ്തുകാരല്ലേ ഉള്ളൂ ഇത്തിരി നല്ലതായിട്ട്. നമ്മളല്ലേ കുറച്ച് നല്ലതായിട്ടുള്ളൂ. ബാക്കി ലോകം മുഴുവൻ പോക്കായി കിടക്കുമല്ലേ? ആണോ? അങ്ങനെ തന്നെ അന്ന് പരീക്ഷന്മാരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കൊച്ചിങ്ങനെ നിസ്സഹായനായിട്ട് എല്ലാവരുടെയും റിഡിക്യൂൾ കേട്ട് തോറ്റ് തുന്നം പാടാൻ സാധ്യതയുള്ളൊരു കൊച്ചിങ്ങനെ ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ ഒരു സാറിന് ഇവനോട് സിമ്പതി തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ സിമ്പതി തോന്നുക, ഇവനൊരു നല്ല വാർത്ത കൊടുക്കണം. ടീച്ചർ തന്നെ ആയിക്കോട്ടെ. ഇപ്പം ടീച്ചർ ഇവനോട് പറയും, എടാ മോനെ നിനക്ക് ഞാനൊരു നല്ല വാർത്ത പറയാൻ പോവാം. അപ്പം ഇവൻ പറയും, ടീച്ചറെ എന്ത് നല്ല വാർത്ത? ഞാനിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മടുത്തു. അപ്പം ടീച്ചർ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണ്. നല്ല വാർത്തയാണോ? സൂപ്പർ വാർത്തയല്ലേ? അപ്പോൾ ഇവൻ പറഞ്ഞു, അയ്യോ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം എന്ന് ഞാൻ പറഞ്ഞ കേട്ടോ. പരീക്ഷയ്ക്ക് പുസ്തകം മുഴുവൻ പഠിക്കണ്ട, ടീച്ചർ കാണിച്ചു തരുന്ന 10 ചോദ്യങ്ങൾ പഠിച്ചാൽ ജയിക്കാം. ടീച്ചറെ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ നിന്റെ തന്നാലും നിനക്കൊരു ആൻസർ എഴുതാൻ പറ്റില്ല. നമ്മുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയേ. നീ നിന്നെപ്പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. സ്നേഹിക്കണമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ സ്നേഹിക്കാത്തത്. ക്വസ്റ്റ്യൻ അറിയാൻ കഴിഞ്ഞിട്ടാണോ? കർത്താവ് അവസാനം എന്താ ചോദിക്കാൻ പോകുന്നൊക്കെ നമുക്കറിയാം. അറിയാൻ കഴിഞ്ഞിട്ടല്ല, അറിയാം പക്ഷെ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. അത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പഴയ നിയമത്തിൽ 2 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, പുതിയ നിയമത്തിൽ 1 ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എത്ര നേരത്തെ കിട്ടിയിട്ടും കാര്യമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, താഴ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു. നല്ല സൂപ്പർ പുസ്തകം, എല്ലാവർക്കും വളരെ അപ്രീസിയേഷൻ കിട്ടിയൊരു പുസ്തകം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, താഴ്മ എന്നുള്ള പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴാണ് താഴ്മ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ വേറൊരു സഹോദരൻ ഇത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു ഫോൺ ചെയ്തു, ഒരു അഭിനന്ദനമൊക്കെ പറഞ്ഞു, നന്നായിട്ടുണ്ട്, സൂപ്പർ പുസ്തകം എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ചിന്തിക്കുക, താഴ്മ വേണമെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നല്ലോ. അറിയാം. പുസ്തകം വായിച്ചിട്ട് താഴ്മ ഉണ്ടായോ? ഉണ്ടായില്ല. പുസ്തകം വായിച്ചാലും ഉണ്ടാവില്ല, നിലവിളിച്ചാലും ഉണ്ടാവില്ല. താഴ്മ വരണമെങ്കിൽ അതിന് വേറെ വഴിയിൽ നിന്ന് വരണം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഇത് നടന്ന കഥ കേട്ടോ. നമ്മൾ ഈ പ്രസംഗകരെ സ്റ്റേജിൽ എന്ന് പറയുന്ന പലതും ചുമ്മാ പൊട്ടക്കഥകളാന്ന് വിചാരിച്ചു. ഇത് നല്ല കറക്റ്റ് കഥയാണ്, നടന്ന കഥയാണ്. ഞാൻ മിക്കവാറും നടന്ന കഥകളാണ് പറയുന്നത്. ഇടയ്ക്കെങ്ങാനും വേറെ വന്നെങ്കിലേ ഉള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചർച്ചിൽ ചെന്നപ്പം ആ ചർച്ചിൽ ഒരു ആൻറ്റി വന്ന് പരിചയപ്പെട്ട് അവസാനം ഇങ്ങനെ പരിചയപ്പെട്ട്, എന്നെക്കുറിച്ച് പാസ്റ്റർ വല്ലതും പറഞ്ഞായിരുന്നോ ചോദിച്ചു. പുള്ളി പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, ഈ ചർച്ചിലെ ഏറ്റവും എളിമയും വിനയമുള്ള ആൾ ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്.
അത് പാസ്റ്റർ പറയാത്തതിലുള്ള പ്രതിഷേധം ആ പാവത്തിനുണ്ടായിരുന്നു. കാരണം അല്ല, എന്ത് എളിമേലെ ഈ താഴ്മയും വിനയമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊന്നും ഒരു ദൈവീക സത്ഫലവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റിയല്ല. നമുക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ചോദ്യങ്ങളെല്ലാം അറിയാം, പക്ഷെ വി കനോട്ട് മാനുഫാക്ചർ ദോസ് തിങ്സ്. കാരണം നമ്മുടെ ശരീരത്തിൽ അതില്ല. അപ്പോൾ ഇവൻ പറയാം, എന്ത് പ്രയോജനം ടീച്ചറെ? ശരിയാ, എനിക്കും അറിയാം, ചോദ്യങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടല്ല, ഒരൊറ്റ ഉത്തരം പോലും എഴുതാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു നല്ല വാർത്തകളെ ഞാൻ പറയാം, നിന്റെ ഈ പ്രാവശ്യത്തെ പേപ്പർ നോക്കുന്നത് ഞാൻ. അപ്പോൾ പറഞ്ഞു, അത് മതി, എവിടെയെങ്കിലും 2 മാർക്ക് 5 മാർക്ക് 8 മാർക്കൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഒരു 35 എന്നെ ജയിപ്പിച്ച. ടീച്ചർ പറഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ആൻസർ പേപ്പറിൽ എവിടെയെങ്കിലും ഒരു 1/2 മാർക്ക് ഇട്ട് എന്റെ ജോലി പോകും. കാരണം ഒരു 1/2 മാർക്ക് പോലും അതിനകത്ത് കാണുകയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നീ 35 മാർക്ക് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻക്വയറി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായിരിക്കും, ആൻസർ പേപ്പർ. എന്റെ ജോലി പോകും, അതും നടക്കില്ല. അപ്പൊ പിന്നെ സാർ എന്ത് നല്ല വാർത്ത പറയാൻ വേണ്ടിയാ വന്നത്? അപ്പൊ ടീച്ചർ പറഞ്ഞു, 3ാമത്തെ നല്ല വാർത്ത. ഇത് ഈ ആദ്യത്തെ 2 ഇപ്പൊ നല്ല വാർത്തയാവും കേട്ടോ, ഒരു നിമിഷം കൊണ്ട്. 3ാമത്തെ നല്ല വാർത്ത, നിനക്ക് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടെന്ന് ഗവൺമെന്റ്, അതായത് ഈ എഡ്യൂക്കേഷൻ സൈക്കാട്രിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നിനക്ക് വേറൊരുത്തിനെ വെച്ച്, സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞാൽ, അങ്ങനൊരു നിയമമുണ്ട്. കേരളത്തിലുണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എഴുതാൻ പറ്റാത്ത ആളാണെങ്കിൽ ആ എഴുതാൻ പറ്റാത്ത ആളുടെ എഴുത്ത് വേറെ ആൾക്ക് എഴുതാം. ഇവൻ പറഞ്ഞു കൊടുത്താൽ മതി, അവൻ എഴുതിക്കോളൂ, സ്ക്രൈബ് എഴുതിക്കോളൂ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിനക്കൊരു സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പം നീ പറഞ്ഞാൽ മതി, വേറൊരാൾ എഴുതിക്കോളൂ. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്തു പറയാൻ, എനിക്കൊരു വക അറിയാൻ മേല. ഞാൻ പറയാന്ന് പറഞ്ഞാൽ പഠിക്കണ്ടേ? സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞ കേട്ട എഴുതുന്നു. കാരണം ഇവനൊന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ സ്ക്രൈബ് ഒന്നും എഴുതത്തില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ പ്രാവശ്യം നിന്റെ സ്ക്രൈബ് ഞാനാ. എത്ര മാർക്ക് കിട്ടും ഇവന്? ആദ്യത്തെ സദ്വാർത്തയായില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ, ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന അതേ ആള് തന്നെ ഈ കൊച്ചിന് പകരം എക്സാമും കൂടെ എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? എത്ര മാർക്ക് കിട്ടും? 100ൽ 100 കിട്ടും അല്ലേ? മറ്റവന്മാർ A+ എഴുതി പഠിക്കാൻ പോയവരോ ഒന്നും ജയിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഈ നമ്മുടെ ഒരു വിചാരം ദൈവത്തിന്റെ മുൻപിൽ, മിക്കവാറും വിശുദ്ധന്മാരുടെ എല്ലാം വിചാരം 35 മാർക്കാണ് പാസ് മാർക്ക്. ഞാൻ ഇത്രയൊക്കെ ചെയ്തൊരു 32ൽ എത്തിച്ചിട്ടുണ്ട്. ചെറിയ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പം പ്രാർത്ഥനയൊക്കെ കുറവാ, തിരക്കാ, ചിലപ്പോൾ ബൈബിൾ വായിക്കാറൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ 35 കിട്ടുകയില്ല, ഇത്തിരി കുറയും. എങ്ങനെയെങ്കിലും അതും കൂടെ ചെയ്ത് എനിക്ക് 35 എങ്കിലും എടുക്കാം ദൈവം വരുന്നതിന് മുമ്പ്. ഒരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നുമായിരുന്നു ആദ്യം. അത് വലിയ പാടുള്ള പണിയൊന്നുമല്ല. ഇത്തിരി ബൈബിൾ വായിക്കുക, ഇത്തിരി പ്രാർത്ഥിക്കുക, ഇത്തിരി ദേഷ്യപ്പെടാതിരിക്കുക, പിന്നെ നാളെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കാതെ എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എത്ര മാർക്ക് ആയിക്കോളൂ? ഇത് പാസ് മാർക്ക്. അപ്പം കർത്താവ് വന്നാൽ പോകാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ പോവാം. ഇപ്പൊ പോവോ കർത്താവ് വന്ന? ഇപ്പൊ കർത്താവ് വന്നാൽ പോവോ? ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ടോ? നമ്മൾ എന്തോ പാട്ടൊക്കെ പാടിയല്ലോ ഇന്നലെ. റെഡി ആയിട്ടുണ്ടോ കർത്താവ് വരുമ്പോൾ പോവാൻ? ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. നോക്കിയോ? അപ്പൊ പോകാൻ കുറച്ച് ഈ ഓർത്തഡോക്സുകാർക്കൊരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് വീട്ടിൽ ചൊല്ലുമായിരുന്നു, പട്ടാങ്ങപ്പെട്ട ദൈവമേ എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് അറിയാമോ? അത് പറയാം. അതെന്താ പട്ടാങ്ങപ്പെട്ടെന്ന് ആർക്കും അറിയാൻ മേല. അതിനകത്തൊരു വാക്യമുണ്ട്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. ഈ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. മാർ അപ്രേമിന്റെ മെമ്മറ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സാധനം. അതായത് മാനസാന്തരപ്പെടാൻ 1 മിനിറ്റ് തരണേന്നാ ചാകുന്നതിന് മുമ്പ്. കത്തോലിക്കരുടെ മരണപ്പാട് കേട്ടിട്ടുണ്ടോ? മങ്ങിയൊരന്ത്യ വെളിച്ചത്തിൽ, പാടുകയില്ല എന്നുള്ള പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്യുന്നു. മങ്ങിയൊരന്ത്യ വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിന് സന്ദേശവുമായി വന്നെത്തി. സൂപ്പർ. അതായത് നേരം മങ്ങിയ സമയത്ത്, എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കാൻ നേരത്ത്, വിണ്ണിൽ നിന്നൊരു മാലാഖ, ഒരു ദൂതൻ വന്ന്, ചെന്തി പോലെ, തീ പോലൊരു മാലാഖ വന്നിട്ട് മരണത്തിന് സന്ദേശം അറിയിക്കാൻ വന്നെത്തി. അടുത്ത വാക്യം, കേട്ട് നടുങ്ങി മനമിടറി. മനം ഇളകിന്നാണോ ഇടറിയാണോ? ഭീതി വളർന്നൻ സ്വരമിടറി. ഭയപ്പെട്ടു പോയി, മരണം വന്നല്ലോ. മിഴിനീർ തൂകി ഉണർത്തിച്ചു, ഞാൻ ഒരു നിമിഷം ഒരുങ്ങട്ടെ, ഒറ്റ നിമിഷം.
കർത്താവേ എന്ന് പറയാൻ. അടുത്ത വരി എങ്ങനെയാണെന്നറിയോ? ഈ ശവം എടുത്തുകൊണ്ട് പോകുമ്പോൾ പാടുന്ന, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, ഒരുങ്ങാൻ പറ്റിയില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, ഒരുങ്ങാതെ ചത്തു, നാദാ നീതാൻ അവലംബം, നീ എന്തേലും ചെയ്താ ചെയ്തു, എൻ്റെ പാവം തീർന്നു. ഇതാണ് അവരുടെ പാട്ട്. സത്യം പറഞ്ഞ് ഈ പാട്ട് കേട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്, ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്ത് സമാധാനത്തോടെ ഇതിനെയൊക്കെ പറഞ്ഞു വിടുന്നേ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരുങ്ങി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എത്ര വലിയ സർപ്രവൃത്തി ചെയ്താലും ദൈവത്തിൻ്റെ ആ ഒരു ലിസ്റ്റിൽ നമ്മൾ 0 മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 1/2 മാർക്ക് സ്കോർ ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ബാക്കിയെല്ലാം നമ്മുടെ കൺജക്ചറാ. ഇത് നന്നായി കാണും, ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു കാണും. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 2 തുള്ളി കണ്ണുനീര് വീണു, ഓ ദൈവം ഇന്നത്തെ പ്രാർത്ഥന തുരുത്തിക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നതാ. കൺജക്ചർ. നമ്മുടെ ഒരു പ്രവൃത്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായാലും രക്ഷിക്കപ്പെടുന്നതിന് ശേഷമായാലും. മീൻസ് നൺ ഓഫ് അവർ വർക്ക് ക്വാളിഫൈസ്. അതിൻ്റെ കാര്യം, വി ആർ ഓൾവേസ് കമ്പയർഡ് വിത്ത് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ടാണ് നമ്മുടെ കമ്പാരിസൺ എപ്പോഴും. യേശുവിൻ്റെ നീതി അല്ലാത്ത ഒരു നീതിയും സ്വർഗത്തിൽ അംഗീകരിക്കില്ല. ഒരു ലെസ് റൈച്ചസ്നെസ് അവിടെ അംഗീകരിക്കില്ല. ഞാൻ മീശ പഠിച്ചെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല, സിനിമ കണ്ടില്ലെന്ന് പറഞ്ഞാൽ പ്രയോജനമില്ല. സിനിമ കണ്ട അടി കിട്ടും, അത് വേറെ കാര്യം. കള്ള് കുടിച്ചാൽ നരകത്തിൽ പോ ഉറപ്പാ. കള്ള് കുടിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ഗ്യാരണ്ടി ഇല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? കള്ള് കുടിച്ചാൽ പോയി ആള്, കള്ള് കുടിച്ചില്ലെങ്കിലോ സ്വർഗത്തിൽ പോവാം. കള്ള് കുടിക്കാത്തവരെല്ലാം സ്വർഗത്തിലേക്ക് അങ്ങനെ വരുമോ? കൊണ്ടുപോകോ? ഇല്ല. നോ വർക്ക്, നോ സാക്രിഫൈസ് മേക്സ് യു എലിജിബിൾ ഫോർ ഹെവൻ. ഇതാണ് പാഠം 1. എന്ത് ചെയ്താലും 0 അല്ലാതെ ഒന്നും സ്കോർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഞാൻ ഇന്നലെ അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. യു ഡു വാട്ട് എവർ. ആ ലവ് എന്നിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടാകാത്തിടത്തോളം കാലം every work that you do multiplied by 0 of your flesh gives you 0. Any number multiplied by 0 is 0. അത് നമ്മുടെ ഫ്ലഷ് ഇരിക്കുന്നിടത്തോളം കാലം. അപ്പം ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? ഈ വേദോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന നിയമങ്ങളെല്ലാം ഭയങ്കര കട്ടിയാക്കിയാണ് തന്നിരിക്കുന്നത്. പക്ഷെ അത് അനുസരിക്കാതെ പോകാനും പറ്റില്ല. അനുസരിക്കാതെ പോകാൻ പറ്റില്ല. അതായത് ഈ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്ത, ഇപ്പോൾ പല ആൾക്കാരും പറയും കർത്താവ് ഒരു കാര്യം അനുസരിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് അനുസരിക്കാവുന്ന കൽപ്പനകളല്ലേ തരുള്ളൂ. നോ, അനുസരിക്കാൻ പറ്റാത്ത കൽപ്പനകളാണ് മുഴുവൻ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ആരെങ്കിലും അനുസരിക്കാൻ പറ്റുന്ന കൽപ്പനകൾ അദ്ദേഹം തന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് 1-2 ക്ലാരിഫിക്കേഷൻ അവരിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. 1, നിങ്ങളിൽ എത്ര പേർ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ചിട്ടുണ്ട്? കർത്താവിൻ്റെ. ഞാൻ ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് അടിമാലിയിൽ നിൽക്കുമ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, ചേസ് കൽപ്പനകൾ അനുസരിച്ചിട്ടുണ്ടോ? ഉടനെ എൻ്റെ മനസ്സിലേക്ക് വന്ന് സ്നാനപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ 1996 സെപ്റ്റംബർ 16 ഞാൻ സ്നാനപ്പെട്ടു. പുള്ളി പറഞ്ഞു, അതൊന്നുമല്ല ഞാൻ ചോദിച്ചു, അത് നീ സ്നാനപ്പെട്ടാൽ ഞാൻ കണ്ടത്, അതൊന്നുമല്ല എൻ്റെ ചോദ്യം അതല്ല. പിന്നെ എന്താണ്? യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കിയപ്പം നിന്റെ കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞ് കളയുക, കൈ വെട്ടിക്കളയുക, നിന്റെ ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പും കൂടെ കൊടുക്കുക. അതിപ്പം കൊടുക്കാൻ എളുപ്പമായിരിക്കും, ഡ്രസ്സ് കൊടുക്കുക. അതല്ല, ഞാൻ പിന്നെ ആലോചിച്ചു, അന്ന് ആലോചിച്ചില്ല, ഇപ്പം ആലോചിക്കുന്നു. നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ചാർജർ ഇതാകട്ടെ, ഇതും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയുക. നമ്മുടെ ബൈക്ക് ആരെങ്കിലും അല്ലെ കാർ ആരെങ്കിലും അബദ്ധത്തിൽ ഡോർ തുറന്ന് കള്ളന്മാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പം നല്ല കീ എൻ്റെ കയ്യിലുണ്ട്, ഇത് കൊണ്ടുപോയിക്കോ, ഇത് അതിൻ്റെ പേപ്പർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു വിടുക. അനുസരിച്ചിട്ടുള്ളവരൊന്ന് കൈവയ്ക്കോ. കണ്ണ് ഇടർച്ച വരുത്തിയിട്ടില്ലേ? എന്തുമാത്രം ഇടർച്ചയാണ് കണ്ണ് വരുത്തുന്നേ. അങ്ങോട്ട് നോക്കുമ്പോൾ തോന്നുന്നു ഈ കാർ വേണ്ടായിരുന്നു, അത് മേടിച്ചാൽ നല്ലതായിരുന്നു, അവൻ്റെ കാർ, അത് കണ്ണ് ഇടർച്ച വരുത്തിയതാ. അങ്ങനെ പറഞ്ഞ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മുമ്പോട്ട് വരുമ്പം ശത്രുവിനെ സ്നേഹിക്കണം. ശത്രുവിനോടൊന്ന് നേരെ ചൊവ്വയൊന്ന് നോക്കുന്നത് തന്നെ കഷ്ടപ്പെട്ട, അന്നേരമാണ് സ്നേഹിക്കണം എന്ന് പറയുന്നത്. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ സകലത്തിലും സൽഗുണപൂർണരാകും. അത്
പിന്നെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ആരെ വിളിക്കണം? ഇതാരെങ്കിലും അനുസരിച്ച ഒരാളുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാനാ. കാരണം അത് രണ്ടാമത്തെ ക്രിസ്തു ആയിരിക്കും. ഞാനീ പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച്. ഈസ് ദർ എനി വൺ ഹു ഒബേഡ് ഇറ്റ്? കം. ഞാൻ ഈ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്, ലിറ്ററലി, കത്തിയെടുത്തല്ല. ഒരു ദിവസം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 2004 എൻ്റെ ഓർമ്മ, അത് 2005 ആ സമയത്ത്. 15-14 വർഷമായി. ഇപ്പോഴും കണ്ണ് കാണാം എനിക്ക്, 2 കണ്ണും നല്ലപോലെ കാണാം. എത്ര ദൂരെ ഇരുന്നും കാണാം, എത്ര അടുത്ത് നിന്നും കാണാം. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവ്, ഈ കണ്ണ് ശരിയല്ല, നീ ഇതൊന്ന് ഇല്ലാതാക്കി കളഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനായിട്ട് കുത്തിക്കളയുന്നില്ല, നീ ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞാലേ. എനിക്ക് വേണ്ട, ലോകത്തിലെ കാഴ്ചകൾ വേണ്ട. 2 ദിവസം കഴിഞ്ഞപ്പം തലയ്ക്ക് നല്ല വേദന. ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവർ പറയും ഗ്ലൂക്കോമയാണ്, കണ്ണിൻ്റെ കാഴ്ച പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. സമാധാനമായി. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണേ, എൻ്റെ കണ്ണ് തിരിച്ചു തരണേ. ട്രൈ ചെയ്തതാ, നടക്കൂല. ആ സമയത്ത് കർത്താവ് കരുണ കാണിച്ചു, പിന്നെ തിരിച്ചു. നമ്മളെ കൊണ്ട് പറ്റില്ല പ്രിയ സഹോദരൻ, ശ്രമിക്കാഞ്ഞിട്ടല്ല ഇതൊന്നും. ദാറ്റ്സ് ബിയോണ്ട് അസ്. അതാണ് അതിൻ്റെ കാരണം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സുവിശേഷകരോട് പറഞ്ഞേക്കാൻ തന്നെ തരാം. നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോയാൽ ഒറ്റ ഡ്രസ്സ് എടുക്കാം, ചെരുപ്പിടാൻ പാടില്ല. ഒരു സ്ഥലത്ത് പോയാൽ ആ വീട്ടിൽ തന്നെ താമസിക്കും. ഇന്ന് ഞാൻ പാസ്റ്റർ വീട്ടിൽ പോയി, വേണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ താമസിച്ചാൽ എന്താ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, അതേ സ്ഥലത്ത് പോയി താമസിക്കുക. വേറെ എങ്ങും പോകാൻ പാടില്ല. വേറെ എന്താ കയ്യിൽ പൊക്കണം, പേഴ്സ് കരുതാൻ പാടില്ല. എൻ്റെ പേഴ്സ് ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വകയും പുതിയ നിയമത്തിലെ കൽപ്പനകൾ എടുത്തു നോക്കിയാൽ ഒരു വക അനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. നിങ്ങൾ ഞെട്ടിയോ? ഞെട്ടാൻ എന്താ ഇത്ര നാളായിട്ട് വായിച്ചിട്ടില്ല ഇതൊക്കെ? നിങ്ങൾക്കറിയാമല്ലേ, നമ്മുടെ പാസ്റ്റർമാര്, ഞാൻ ഉൾപ്പെടെ, പണ്ടത്തെ ഞാൻ ഉൾപ്പെടെ, അപ്പം പുതിയ നിയമത്തിൽ പ്രസംഗിക്കാത്ത എന്താണ്? പുതിയ നിയമത്തിൽ പ്രസംഗിച്ച് ഇത് തന്നെ പ്രശ്നം. പുതിയ നിയമത്തിൽ ആകെ പ്രസംഗിക്കാൻ പറ്റുന്നത് രക്തസ്രാവക്കാരിയുടെ സ്ത്രീ രോഗസൗഖ്യമാക്കിയ ദൈവം നിങ്ങളുടെ രോഗം, അത് പറയാം. അല്ലാതെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് 70-80 മണിക്കൂർ CD ഉണ്ട്, പക്ഷെ ഇത് ആരും അനുസരിച്ച് കാണുന്നില്ല. തന്നെയുമല്ല, ഇത് പ്രസംഗിക്കുന്ന ആൾക്കാരിൽ ഇത് അനുസരിച്ചു എന്നൊരു ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അനുസരിച്ചില്ല, നരകത്തിൽ പോകുന്നവർ നമ്മളോട് പറയുമ്പം ഇവരിതനുസരിച്ചതാണ് എന്നുള്ളൊരു ഇംപ്രഷൻ വരുന്നുള്ളതല്ലാതെ ഇതനുസരിച്ച് ആരെയും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടെന്ന് കൈവയ്ക്കോട്ടോ. ഞാൻ ഈ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഈസ് ദർ എനി വൺ? പിന്നെ അനുസരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? അനുസരിക്കുന്നത്, എന്നോട് കർത്താവ് പറഞ്ഞു നോർത്ത് ഇന്ത്യയിലേക്ക് പോയി, ഇന്നാരെ കെട്ടി, സ്വത്തുക്കൾ നിനക്ക് വേണ്ട, എല്ലാം അനുസരിച്ചു. പിന്നെ എന്താ, കേരളത്തിലോട്ട് തിരിച്ചു വന്നു, എടുത്തു. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഈ അനുസരണമൊന്നും എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റില്ല നോർത്ത് ഇന്ത്യക്ക് പോകും. അങ്ങനെ ബൈബിളിലില്ല. ഇത് പേഴ്സണൽ ആൻഡ് വ്യക്തിപരമായ ഒബീഡിയൻസ് അല്ലാതെ നമുക്ക് യേശുക്രിസ്തുവിന്റെ നീതി അനുസരിച്ച് പൂർത്തിയാക്കിയ ഒരൊറ്റ മനുഷ്യൻ പോലും ലോകത്തിലില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിന്റെ ഈ കൽപ്പനകൾ പ്രമാണിക്കാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും സ്വർഗത്തിൽ പോകത്തുമില്ല. സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെന്ന് കൈവയ്ക്ക്, ഞാൻ പോവും. അതെങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ബൈബിളിന്റെ മാജിക്. സാൽവേഷൻ, ഹൗ സാൽവേഷൻ കംസ് ഓൺ എ സിനർ. ഇതാണ് പത്യോപദേശം, ഇതാണ് അടിസ്ഥാന വേദോപദേശം. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട രക്ഷയുടെ പാഠം. അതാണ് റോമലേഖനം 6:17 നമ്മൾ ഇന്നലെ വായിച്ചത്. 17-18 പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. അപ്പൊ ഒരു ഫോം ഓഫ് ഡോക്ട്രിനാ. കള്ളു കുടിക്കരുതെന്ന് കേട്ടാൽ പോരാ, നമ്മൾ വെള്ള വസ്ത്രം ഇടണമെന്ന് കേട്ടാൽ പോരാ, ആ നീതി പോരാ. ദാറ്റ്സ് പോസിബിൾ ഫോർ അസ്. നമ്മുടെ പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന നീതി അല്ല നമുക്ക് വേണ്ടത്, വിശ്വാസത്താൽ വരുന്ന നീതിയാ. ദാറ്റ്സ് ഹയർ. ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും,
തീർച്ചയായിട്ടും നമ്മൾ എങ്ങോട്ട് വരും? പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, അല്ല, ദാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നീതി അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്തവരായിട്ട് നമ്മൾ മാറും. അതെങ്ങനെയാ മാറുന്നത് നമുക്ക് നോക്കാം. ആ കൊച്ചിന്റെ കഥ പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലാക്കണോ അല്ലേ? നമുക്കൊരു സ്ക്രൈബ് വേണം, ഒരു പകരക്കാരനില്ലാതെ നടക്കില്ല. അതാണ് എൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അടുത്ത വാക്യം, ഈ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ വാക്യങ്ങൾ നമുക്ക് വളരെ പ്രധാനമാണ്. 1, 2, 3, 4 വാക്യങ്ങൾ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ 2 പ്രമാണങ്ങളുണ്ട്. ഒന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, മറ്റൊന്ന് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ 2 പ്രമാണങ്ങളാൽ നമ്മൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പാപത്തിന്റെ പ്രമാണവും മരണത്തിന്റെ പ്രമാണം, മറ്റൊന്ന് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം. അപ്പൊ നമ്മൾ എവിടെ നിന്ന് രക്ഷപ്പെട്ടു? പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പാപത്തിന്റെ മരണത്തിന്റെയും പ്രമാണത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ എന്തിന്റെ പ്രമാണത്തിലായി? ജീവന്റെ പ്രമാണത്തിലായി. ഈ വാക്യവും നമുക്ക് ഒരിത്തിരി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും ഈ 2 വാക്യങ്ങളിലേക്ക്. 3ഉം 4ഉം എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം എങ്ങനെ ആര് രക്ഷിക്കും എന്നുള്ള പൗലോസിന്റെ ചോദ്യത്തിന്റെ ഉത്തരവാണ്. ചില ആൾക്കാർ 7-ാം അധ്യായത്തിലെ പൗലോസിന്റെ ഞരക്കമുണ്ടല്ലോ, എന്തോ അത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പൊ ചില ആൾക്കാർ പറയുന്നത് പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതാണ്, ചില ആൾക്കാർ പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളതാണ്. രണ്ടും അല്ല. പൗലോസിനെ കുറിച്ചേ അല്ലത്. 7-ാം അധ്യായം ഈസ് നോട്ട് അബൌട്ട് പോൾ. പോൾ ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. പൗലോസ് അവിടെ ഒരു കാര്യം പറയാണ്, എന്തുകൊണ്ട് നിയമത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. വൈ ദ ലോ ഈസ് ഇൻഎഫക്റ്റീവ്. അതിന്റെ എക്സാമ്പിളാണ്. ലോ നല്ലതാണെങ്കിലും ഇതനുസരിക്കാൻ തരുന്ന പൗലോസും ചെയ്സും ഇവിടെ ഇരിക്കുന്ന മത്തായി ചേട്ടനും മർക്കോസ് ചേട്ടനും ലൂക്കോസ് ചേട്ടനും എല്ലാം എന്താണ്? വീക്ക് ഇൻ ദ ഫ്ലഷ്. അവർക്ക് ഇതനുസരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിയമം കൊണ്ട് ഒരാളെയും നന്നാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട്? വൈ ദ ലോ കനോട്ട് സേവ് എന്നുള്ളതാണ് ഈ 7-ാം അധ്യായം. അതിന് പൗലോസ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. പൗലോസിന് കിട്ടിയ നിയമം ദൈവത്തിന്റെയാണ്, ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്, മനോഹരമാണ്. അത് നീങ്ങിപ്പോകുന്നതൊന്നും അല്ല, അത് സ്ഥിരം നിൽക്കുന്ന വചനം തന്നെയാണ്. പക്ഷെ അത് അനുസരിക്കാനുള്ള പാങ്ങില്ല. നോ എബിലിറ്റി ടു ഒബേ. അതാണ് പ്രശ്നം. ബിക്കോസ് ദ ഫ്ലഷ് ഈസ് വീക്ക്, ബിക്കോസ് ദിസ് ബോഡി ഈസ് ഗിവൺ ടു ഡെത്ത്. അപ്പൊ നിയമത്തിന്റെ അനുസരണം കൊണ്ട് എന്തുകൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ആ 7-ാം അധ്യായത്തിന്റെ എക്സ്പ്ലനേഷൻ. അതിനൊരു എക്സാമ്പിളാണ് പോൾ എന്ന ഞാൻ എന്ന് പൗലോസ് പറയുന്നു. അത് പൗലോസ് ഇങ്ങനെ പാപം ചെയ്ത് ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ദാറ്റ്സ് ദ കണ്ടീഷൻ ഓഫ് എവരി മാൻ. ഇനി 3-ാം വാക്യവും 4-ാം വാക്യവും, ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. ഇന്നലെ ഞാൻ ഈ ഹോളിലായിരുന്നോ വെള്ളം കമത്തിയത്? പക്ഷെ ഇവിടെ വെള്ളം വന്ന എങ്ങനെയാ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. അപ്പം എന്ത് കാരണം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത്? ന്യായപ്രമാണം മോശമായോണ്ടല്ല, ജഡത്തിന്റെ ബലഹീനത നിമിത്തം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ബിക്കോസ് മൈ ഫ്ലഷ് വാസ് വീക്ക്, ലോ കുഡ് നോട്ട് ഡു സംതിങ്. ദൈവം ലോയോട് ആവശ്യപ്പെട്ടത് ഇത്രയും പേരെ നന്നാക്കാനാ. ലോ വന്നിട്ട് പറയുക, ഇവന്മാരുടെയൊക്കെ ജഡം വീക്ക്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു ശരീരം തരാമെങ്കിൽ ഞാൻ ഈ ലോ പൂർത്തിയാക്കി തരാം. അതല്ലേ ഇവിടെ സംഭവം? ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. കർത്താവിനെ അയച്ചു, പകരം അയച്ചു. അതായത് ലോ അനുസരിക്കാൻ പറ്റിയ ഒരാളെ പാപത്തിന്റെ ജഡ ഇല്ലാതെ, അതൊരു അടുത്ത കാലത്ത് ഇറങ്ങിയ വലിയൊരു ദുരുപദേശമാണ്. കുഡ് ജീസസ് ഹാവ് സിൻഡ്? യേശുക്രിസ്തുവിനൊരു പാപജഡമുണ്ടായിരുന്നു. അതുപോലെ ഈ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ പോകാൻ നേരത്ത് കർത്താവിനോട് സാത്താൻ പറഞ്ഞു, കഴിയുമെങ്കിൽ നീ കല്ലുകളെ അപ്പമാക്കി മാറ്റാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പം കർത്താവിന് ശരിക്കും വിശന്നപ്പം കല്ലുകൾ നോക്കി അപ്പം പോലെ ഉണ്ട്, ഉണ്ടാക്കി തിന്നാലോ അപ്പമാക്കി തിന്നാലോ എന്ന് തോന്നി, പിന്നെ വേണ്ടെന്ന് വെച്ചു എന്ന്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന മിടുമിടുക്കന്മാരുണ്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉള്ളിൽ പോലും അങ്ങനെ ഒരു തോട്ട് വന്നിട്ടില്ല. ഈ പാപ ജഡം, അങ്ങനെ ഒരു ചിന്ത, ഒരു ഈവിൽ തോട്ട്, അങ്ങനെ പറയുന്നവർ പറയുന്നത് പ്രവൃത്തി മാത്രമാണ് പാപം എന്ന് വിശ്വസിക്കുന്നവരങ്ങനെ പറയുന്നത്. ഹൃദയത്തിൽ ചിന്ത വന്നാൽ പോലും പാപമാണെന്നാണ് നമ്മൾ വേദപുസ്തകം പറയുന്നത്. അതിന്റെ ചിന്തയുടെ ഒറിജിൻ പോലും പാപമാണ്. അല്ല, ചിലർ പറയുന്നത് തോട്ട് വന്നാൽ കുഴപ്പമില്ല, അതിന് താലൊലിച്ചാലാ കുഴപ്പം. ദീസ് ആർ ഓൾ ഡേഞ്ചറസ് തിങ്സ്. ആ തോട്ടിന്റെ ഒരു സെന്റിമീറ്റർ പോലും മരണകരമാണ്.
കാരണം പാപത്തോട് ആ പാപ ജഡത്തോട് യാതൊരു കോംപ്രമൈസും ദൈവം ചെയ്യത്തില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യുനോ ദർ വാസ് നോ ഈവിൽ തോട്ട് ഇൻ ഹിം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എബ്രായ ലേഖനം 4:15 ഒന്ന് വായിക്കാമോ? 4:15 എബ്രായ ലേഖനം 4:15. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അപ്പം ആൾക്കാർ പറയും അത് ട്രാൻസ്ലേഷൻ അത്ര ശരിയല്ല കേട്ടോ, അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുല്യമായി കർത്താവ് പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ പാപം ചെയ്തില്ല എന്നാണ്. അപ്പം NIV പോലുള്ള ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? അതിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഡിഡ് നോട്ട് സിൻ. NIV 4:15 അതിനകത്ത് എഴുതിയിരിക്കുന്നത് he was tempted in every respect as we were tempted yet he did not sin എന്നാണ്. ഡിഡ് നോട്ട് സിൻ, പാപം ചെയ്തില്ല. എന്നാൽ ഇത് കിങ് ജെയിംസ് വേർഷനാണ് ഈ ഇരിക്കുന്നത്. വായിച്ചു നോക്കി എങ്ങനെ എഴുതിയിരിക്കുന്നത്. മലയാളം പോലെ എക്സാക്ട്ലി അങ്ങനെ തന്നെയാണ്. യെറ്റ് ഹി വാസ് വിത്തൗട്ട് സിൻ അല്ല, പരീക്ഷിച്ച് റിസൾട്ട് നോക്കിയിട്ട് ഹി വാസ് വിത്തൗട്ട് സിൻ അല്ല എഴുതിയിരിക്കും. ഹി വാസ് വിത്തൗട്ട് സിൻ പോലും അല്ല, ഹി വാസ് ടെംപ്റ്റഡ് ലൈക്ക് ആസ് വി ആർ യെറ്റ് വിത്തൗട്ട് സിൻ. യെറ്റ് വിത്തൗട്ട് സിൻ അത് തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലേറ്റസ്റ്റ് വേർഷൻ ESV ആണ്, ESV ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, അതായത് ലിറ്ററൽ വേർഷൻ. നിങ്ങൾ NIV ഒരിക്കലും ഫോളോ ചെയ്യരുത് കേട്ടോ. കാരണം ഞാനിത് ചുമ്മാ ഒരു ബയസിൽ പറയുന്നില്ല. NIVയുടെ പ്രിഫേസ് നിങ്ങൾ വായിച്ചു നോക്കുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദിസ് ട്രാൻസ്ലേഷൻ ഫോളോസ് ഡൈനാമിക് ഇക്വലൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേർഡ് ബൈ വേർഡ് അല്ല, ആ വാക്യം വായിച്ചിട്ട് ആശയമാണ് അവർ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്ലോസ് ആശയം. പക്ഷെ നമുക്ക് വ്യാഖ്യാനിക്കാൻ അവർ വിടുന്നില്ല, അവർ തന്നെ നമുക്ക് അങ്ങ് വ്യാഖ്യാനിച്ച് തരുക. എന്നാൽ കിങ് ജെയിംസിലും അതുപോലെയുള്ള ഈ RSV, NRSV, ESV പോലെയുള്ള ബൈബിളുകളിൽ അത് അവരെഴുതുന്ന വി ആർ ഫോളോയിങ് എ ലിറ്ററൽ ഇക്വലൻസ് എന്നാണ്. അതായത് വേർഡിന് ഇക്വലന്റ് വേർഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. വേർഡ് ഇക്വലന്റ് വേർഡ്. അപ്പോൾ വേർഡിന് പകരം വേർഡ് വെച്ചുള്ള ട്രാൻസ്ലേഷനാണ് ഈ ESV, KJV ഒക്കെ. അതിനകത്ത് എഴുതിയിരിക്കുന്ന മലയാളം പോലെ തന്നെയാണ് യെറ്റ് വിത്തൗട്ട് സിൻ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാം കർത്താവ് അനുഭവിച്ചു, പക്ഷേ അവനിൽ പാപം ഉണ്ടായിരുന്നില്ല എന്നാണ്. അവനിൽ പാപം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എവറി ടെംപ്ടേഷൻ വാസ് എക്സ്റ്റേണൽ എന്ന്. അതായത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഭയങ്കര തീവ്രമായിരുന്നു. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര തീവ്രമായിരുന്നു. എവറി ടെംപ്ടേഷൻ വാസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഡെത്ത്, മരണം വരെയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് യേശുക്രിസ്തു 40 ദിവസം ഉപവാസം ഇരുന്ന് വിശന്ന് ആഹാരം കഴിച്ചില്ലേ മരിച്ചു പോകുന്നുള്ളൊരവസ്ഥ വരുമ്പോൾ സാത്താൻ പറയാണ്, ഉള്ളി തോന്നുമല്ല, നമുക്കാണ് ഉള്ളി തോന്നും, അതുകൊണ്ട് സാത്താൻ അടുത്ത് വരേണ്ട കാര്യമില്ല. ഹി ക്യാൻ മാനേജ് ഫ്രം ഫാർ എവേ. പക്ഷെ യേശുവിന് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് വന്ന് പറയണം, വിശക്കുമല്ലേ, നീ ദൈവത്തിന്റെ മകനല്ലേ, നീ ഒരു കാര്യം ചെയ്, അപ്പം ഉണ്ടാക്കി തിന്നെ. അതിനകത്ത് പാപം എന്താ? യേശു ദൈവപുത്രനായിരിക്കേ അവൻ അവിടെ കിടക്കുന്ന കല്ലിനെ അപ്പമാക്കി തിന്നാ എന്താ കുഴപ്പം? അതുകൊണ്ട് ആരും ചോദിക്കാൻ വരുമോ? അതുകൊണ്ട് പിശാച് ചോദിക്കും, നീ എന്തിനാ ഈ കല്ല് അപ്പമാക്കി? കല്ല് സൃഷ്ടിച്ചാരാ? ആരാ? ദൈവമല്ലേ, കർത്താവ് തന്നെയല്ലേ, ഇവൻ മുഖാന്തരമല്ലേ എല്ലാം ഉണ്ടായത്. അവൻ ആ കല്ല് അപ്പമാകട്ടെന്ന് മാറ്റി 40 ദിവസം ഉപവാസം കഴിഞ്ഞു, തിന്നാ എന്താ കുഴപ്പം? പക്ഷെ അവിടെ സാത്താൻ കർത്താവിനോട് പറയുന്നത് നീ ദൈവപുത്രൻ എന്ന് തെളിയിക്കാനാ. അതായത് ഡോണ്ട് കം ആസ് എ മാൻ, ഡോണ്ട് ബി ദെയർ സബ്സ്റ്റിറ്റ്യൂട്ട്, വൈ ഷുഡ് യു ഡൈ ഫോർ ദം? നീ ഈ ഗുണമില്ലാത്തവന്മാർക്ക് വേണ്ടി എന്തിനാ മരിക്കുന്നത്? നീ ദൈവപുത്രനല്ലേ, നീ എന്തിനാ ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ഈ ലോകത്തോട് നടക്കുന്നത്? ഈറ്റ് ആൻഡ് ഗോ അവേ. അതാണ് പ്രലോഭനം. പ്രലോഭനം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ശക്തി എടുക്കാൻ അവനെ നിർബന്ധിക്കുക. അതായത് നമ്മുടെ പെന്തക്കോസ്റ്റിലൊക്കെ സംഭവിച്ച വലിയൊരു പ്രശ്നം അതായിരുന്നു. ആത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞ ഉടനെ മരുഭൂമിയായിരുന്നു, ഭയങ്കര തീവ്രമായ കഷ്ടപ്പാടുകൾ നടുവിലോട്ടാണ് ഈ ആത്മാവിന്റെ സ്നാനവും ഒക്കെ ലഭിച്ചത്, അന്യഭാഷയൊക്കെ ലഭിച്ചത്. ഇവരതുമായിട്ട് കല്ലുകൾ അപ്പമാക്കി തുടങ്ങുന്ന മിനിസ്ട്രി അങ്ങ് തുടങ്ങുമായിരുന്നു. എവിടെയുണ്ട് കല്ലുകൾ അപ്പമായി മാറുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുറെ കഴിഞ്ഞപ്പോൾ ആത്മാവ് ഇതിലേ പോയിന്ന് കാണാൻ മേല, കുറെ സൗണ്ട് മാത്രമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്രൈസ്റ്റ് വാസ് ഇൻ അവർ ഫോം ആൻഡ് ലൈക്ക്നെസ്. നമ്മളെപ്പോലെ തന്നെ ഒരു ഫിസിക്കൽ ബോഡി, ഒരു പൂർണ്ണ മനുഷ്യൻ ആയിട്ടാണ് കർത്താവ് വന്നത്. എന്നാൽ അവനൊരു സിൻ ബോഡി ഉണ്ടായിരുന്നില്ല. അതാണ് പാപജഡത്തിലല്ല കർത്താവ് വന്നത്, പാപജഡത്തിന്റെ സദൃശത്തിലാണ്. ഇതാണ് കൺവെൻഷണൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ. ഇതാണ് എല്ലാ ചർച്ചകളും പഠിപ്പിക്കുന്ന ഉപദേശം. ഹി കെയിം ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലെഷ്. അപ്പൊ എനിക്കൊരു പകരം കർത്താവ് ഒരാളെ വിട്ടു. ഈ പകരം ഒരാൾ വന്നാൽ എങ്ങനെയാണ് നമ്മുടെ കാര്യം സോൾവ് ആകുന്നത് നമുക്ക് നോക്കാം. അതും 2 കാര്യങ്ങളാണ് ഈ പകരക്കാരൻ നമുക്ക് വേണ്ടി ചെയ്തത്. എന്താ നോക്കി, 4th വേഴ്സ്, 3rd വേഴ്സ് കണ്ടിന്യൂ ചെയ്താൽ, ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. അപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ, ഒരു സ്ക്രൈബിനെ അയച്ചു.
എന്തിനു വേണ്ടി? 2 കാര്യങ്ങൾ. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 1. 2, എന്താണ്? ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ, നമ്മുടെ ജഡത്തിന്റെ ബലഹീനത കാരണം നിറവേറാതെ പോയ നീതി നിറവേറ്റുവാൻ വേണ്ടി തന്നെ. ആരിലൂടെ നിറവേറുന്ന അവിടെ എഴുതിയിരിക്കുന്നത്? ആത്മാവിലൂടെ. ആരുടെ ആത്മാവിലൂടെ? കർത്താവ് യേശുക്രിസ്തു അനുസരിച്ച നീതി, അവൻ പൂർത്തിയാക്കിയ നീതി അവന്റെ ആത്മാവിലൂടെയാണ് നമ്മൾ നിറവേറുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ വർക്ക്സ്. ഇത് മനസ്സിലാക്കാൻ ഒത്തിരി പ്രയാസമാണ്. നമുക്കത് ഞാൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പം മനസ്സിലാവും. അത് ഞാൻ രക്ഷിക്കപ്പെടുമ്പം എനിക്ക് 19 വയസ്സുള്ളൂ. 19 വയസ്സുള്ളൂ എന്ന് പറയാൻ പാടില്ല, 19 വയസ്സുണ്ടെന്നാണ് പറയേണ്ടത്. കാരണം അതിനൊക്കെ മുമ്പ് രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ തിയോളജിക്കൽ മെക്കാനിസം ഞാൻ പറയുന്നത്, വേദശാസ്ത്രപരമായി എന്ത് സംഭവിച്ചു. ഞാൻ ദൈവത്തിൻ്റെ കോടതിയിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കോടതി എന്ന് പറഞ്ഞാൽ അറിയാലോ, അവനാണ് ജഡ്ജ്. അപ്പോൾ എൻ്റെ കുറ്റങ്ങൾ പറയാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ കുറ്റങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്നെ ശിക്ഷ വാങ്ങിച്ചു തരാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു അഡ്വക്കേറ്റിനെ വിളിച്ചുകൊണ്ടാണ് പോയേക്കുന്നത്. ഞാൻ കൊണ്ടുപോയേക്കുന്ന അഡ്വക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ റിസോഴ്സസും, അതായത് ഞാൻ ചെറുപ്പകാലം തൊട്ട് ജീവിച്ചപ്പോൾ എനിക്കുണ്ടായ റിസോഴ്സസ് എല്ലാം ചേർന്ന ഒരു അഡ്വക്കേറ്റ് എനിക്കുണ്ട്. അതായത് സാത്താൻ പറയും ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം എൻ്റെ പ്രതീക്ഷ എൻ്റെ കൂടെ വന്ന വക്കീൽ പറയും ഇവൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇവൻ ഒത്തിരി നല്ല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ നരകത്തിലോട്ട് വിടുമ്പം ഈ നല്ല പ്രവൃത്തികളെ ഓർത്ത് ഇവനെ കുറച്ച് അടി കുറച്ചിട്ട് ഇവനെ എങ്ങോട്ട് വിടണം? സ്വർഗത്തിലേക്ക് വിടണം. അപ്പോൾ സ്വർഗത്തിലോട്ട് വിടാൻ എന്തെങ്കിലും ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഞാനൊരു വക്കീലിനെ കൊണ്ടുവന്നേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ കോടതിയിൽ നടക്കുകയാണ്. അപ്പം സാത്താൻ ആദ്യത്തെ കുറ്റം വായിക്കുക. ചേസ് ജോസഫ് എന്ന് പറയുന്ന ഇവൻ ഒരു കൊലപാതകിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് ഇത് മഹാകള്ളമാണ്, ഞാനൊരു കോഴിയെ പോലും കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ഞാൻ വെജിറ്റേറിയനിസം ബൈ പോളിസി, അതുകൊണ്ട് മൃഗങ്ങളെ തിന്നരുതെന്ന അഭിപ്രായമുള്ള ആളായിരുന്നുകൊണ്ട് വേറൊരാൾ കൊല്ലുന്ന കോഴിയെ തിന്നാറുമില്ലായിരുന്നു. അപ്പം ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു, എന്നെപ്പോലെ സാത്വികനായ പാവമായ ഒരുത്തനെ കൊലപാതകനെന്ന് വിളിച്ച ഇവൻ കള്ളനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എത്ര കോഴിയെ വേണമെങ്കിലും തിന്നോ, അതല്ല ഇവിടുത്തെ പ്രശ്നം. സഹോദരനെ ദ്വേഷിക്കുന്നവനെല്ലാം കൊലപാതകനാണെന്നാണ് ഇവിടുത്തെ എൻട്രി. അതെന്നെ തകർത്ത് കളഞ്ഞു. കാരണം ദേഷ്യമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ദേഷ്യം കുറെ കഴിയുമ്പോൾ അങ്ങ് പോവും. അപ്പം നമ്മൾ വിചാരിക്കുമോ അവനോടുള്ള ദേഷ്യം മാറി, ഇപ്പം ഞാൻ നോർമലായി, എൻ്റെ പാപം. നമ്മൾ ദേഷ്യത്തെയാണ് പാപമായിട്ട് കാണുന്നത്. പക്ഷെ ദേഷ്യമല്ല പാപം. നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. രാത്രി സൂര്യൻ അസ്തമിക്കുന്നവരെ നിങ്ങളുടെ കോപം സംഗ്രഹിച്ച് വെക്കരുത്. അതിനു മുമ്പ് അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഈ കോപം നാളെ നിങ്ങൾക്ക് ദേഷ്യം എന്തായി മാറും? ദ്വേഷമായി മാറും. ഉദാഹരണം, അതാണ് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇതിന്മേൽ കിടന്നുറങ്ങിയാൽ, ഒരു മനുഷ്യനോട് ദേഷ്യം വന്നിട്ട് അതിന്മേൽ കിടന്നുറങ്ങിയാൽ എല്ലാ സാധ്യതകളുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ദേഷ്യം അങ്ങ് പോവും, പക്ഷെ ഒരു ദ്വേഷം ഉള്ളിൽ വളരും. ആ ദ്വേഷം ഉള്ളിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരാളോട് നമുക്ക് ദേഷ്യമല്ല വിദ്വേഷമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആ മനുഷ്യന് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അവനതങ്ങനെ കിട്ടിയല്ലോ എന്ന് ഉള്ളിൽ തോന്നുക. അത് വിദ്വേഷമുള്ളവരോട് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുകയോ എന്തെങ്കിലും ആൾക്കാർ കളിയാക്കുകയോ എന്തെങ്കിലും കാല് തട്ടി ഒരു മുറിവ് ഉണ്ടാവുകയോ ചെയ്താൽ ഒരു ചെറിയ സന്തോഷം തോന്നുക. അവനത് വേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുക. ഇതെല്ലാം വിദ്വേഷമാണ്. ആരുടെങ്കിലും വിദ്വേഷമുണ്ടോ? സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഇതെല്ലാം കൊലപാതകമായിട്ട് അവിടെ എൻ്റർ ആകുന്നത്. ഹേറ്റ്രഡ്, അൺനോൺ ഹേറ്റ്രഡ്, അകത്ത് കിടക്കുന്ന ഹേറ്റ്രഡ്. ഓക്കെ, ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളയാൻ ഭയങ്കര പാടാണ്. നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ പല ബന്ധുക്കളോടും നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കും. അവൻ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാനെല്ലാം ക്ഷമിച്ചു കേട്ടോ, ഒന്നും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. ആ ദേഷ്യം പോകുന്നതനുസരിച്ച് മറ്റേ സാധനം വന്നത് നമ്മൾ അറിഞ്ഞിട്ടില്ല. തന്നല്ല, എനിക്കിത് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ വിദ്വേഷം. എനിക്ക് ലോകത്ത് ആരോടും സ്നേഹമില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ എല്ലാറ്റിലും ബെസ്റ്റാണെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. എന്ത് നിയമം ഉണ്ടെങ്കിലും അനുസരിക്കുമായിരുന്നു. യാതൊരു വേണ്ടാത്ത പണിക്കും പോയിട്ടില്ല. ഒരു ഒന്നാന്തരം പരീക്ഷനായിരുന്നു. ഒരു അത് പിള്ളേർ ചെയ്യുന്ന പോലെ ക്ലാസ് സ്കിപ്പ് ചെയ്യുമോ 5 മിനിറ്റ് താമസിച്ച് കയറുമോ അങ്ങനെയുള്ള ഒരു പരിപാടിയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല.
8, 9, 10 ക്ലാസ്സുകളിൽ എനിക്ക് 100% അറ്റൻഡൻസാണ്. അസുഖം ഇല്ലാഞ്ഞിട്ടല്ല, അസുഖമാണെങ്കിൽ ഏറ്റവും പുറത്തെ ബെഞ്ചിൽ പോയി മൂടി പൊതിച്ചിരുന്നോളൂ, വരാതിരിക്കില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നീതിമാനായി പോയതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ച എൻ്റെ കൂട്ടുകാരാണ്. അവരെന്തേലും ചെയ്താൽ ഞാൻ ഉടനെ സാറിനോട് പറയും. എന്നെയും കൊണ്ട് അവർ മടുത്തു. സാർമാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല. അത് മൂടി വയ്ക്കാൻ, എൻ്റെ തിന്മകൾ മൂടി വയ്ക്കാനുള്ള അസാമാന്യമായ കഴിവ് എനിക്കുണ്ടായിരുന്നു. എന്നെ 1-2 കൂട്ടുകാർക്ക് ഞാൻ മഹാ പ്രശ്നക്കാരനെന്ന് അറിയാമായിരുന്നെങ്കിലും അവരെന്നെ സ്നേഹിച്ചുകൊണ്ട്, ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ടല്ല, അവരെന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ തല ഉരി വിട്ടു പറഞ്ഞാൽ മതി. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹെഡ് മാസ്റ്റർ എനിക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എഴുതിയത് വെരി ഗുഡ് എന്നാണ്. അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല പുള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ എഴുതുന്നു. അഭിനയത്തിൻ്റെ റിസൾട്ട്. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെറിയ തെറ്റ് ചെയ്യുന്നവനെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നന്നാകാൻ ശ്രമിച്ചതാ കേട്ടോ, നന്നാകാൻ ശ്രമിച്ചതാണ്. എൻ്റെ മോനും ഇങ്ങനെ ആയി പോകുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്തായാലും അവിടെ പോലെ എത്തിയില്ല. അവനിങ്ങനെ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ആന്ധ്രയിലാണ്. ഞാൻ അവനോട് ചോദിച്ചു, എന്താ നീ, ടീച്ചർമാർ ഇവൻ ക്ലാസ്സിലും മിണ്ടുന്നില്ല, ഇൻ്റർവെല്ലിന് പോലും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ അന്ന് ഇൻ്റർവെല്ലിനൊന്നും വർത്താനം പറഞ്ഞാൽ എന്താ കുഴപ്പം? അന്നേരം പറയാല്ല, ഞാനെങ്ങാനും സംസാരിക്കുമ്പം ടീച്ചറെങ്ങാനും കണ്ടാൽ ഇവനും ഇങ്ങനെ ആണല്ലോ എന്ന് വിചാരിക്കുകയില്ലേ, അതുകൊണ്ട് മിണ്ടായിരിക്കും. ഞാൻ എൻ്റെ കർത്താവ്, എൻ്റെ വഴിയെ എൻ്റെ മകനും അങ്ങനെ ആയിപ്പോൾ, പിന്നെ ഇത്തിരി പ്രായമായപ്പോൾ ഉഴപ്പനായപ്പോൾ ശരിയായി. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ നമ്മൾ നീതി വർദ്ധിപ്പിക്കും തോറും ചുറ്റുമുള്ളവരെല്ലാം ഒരു അവജ്ഞ കണ്ണോടെ നോക്കുള്ളൂ. ഇത് എന്നിലൊരു രോഗമായിട്ട് വന്നിട്ട്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തെങ്കിലും പ്രശ്നത്തിൽ ആരെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ ടീച്ചർമാരവരെ വെറുതെ വിട്ടാലും ഞാൻ വിടുകയില്ല. ഞാൻ ടീച്ചർമാരുടെ ഒരു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അതാ ഇതാന്ന് പറഞ്ഞ് വാദിച്ച് അവനെ ശിക്ഷിപ്പിക്കും. വിശ്വസിക്കാൻ പറ്റില്ല, അത്ര കിരാതനായ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഇത് കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് സംഗതി ശരിയാ, കൊലപാതകൻ നമ്പർ 1 ഒരാളുണ്ടെങ്കിൽ അത് ചേസ് ജോസഫ് എന്ന് പറയുന്ന ഞാനാണ്. കാരണം ഈ ലോകത്ത് ഞാൻ കൊല്ലാത്ത ആരുമില്ല. ഞാൻ സമ്മതിച്ചു. അപ്പം അഡ്വക്കേറ്റിനോട് ഞാനൊന്നും ചോദിക്കുന്നില്ല, കാരണം അഡ്വക്കേറ്റ് മിണ്ടേണ്ട കാര്യമില്ല. ഐ അണ്ടർസ്റ്റുഡ്. എൻ്റെ അഡ്വക്കേറ്റ് നിശബ്ദനാണ്. അടുത്തത്, ഞാൻ കാരണം പഠിത്തം നിർത്തി പോകേണ്ടുന്ന പിള്ളേരുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഫേസ്ബുക്ക് നോക്കും, അവന്മാരെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടിട്ടുണ്ടോ, എന്നെ ശപിച്ചുകൊണ്ട് എവിടെ ഇരിക്കുവാണോ. ഇതുവരെ കണ്ടിട്ടില്ല അവരെയൊക്കെ. ഭയങ്കര ടെൻഷനത്. ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല എന്തൊരു മനുഷ്യനായിരുന്നു ഞാൻ എന്നുള്ള കാര്യം. ഫീൽ സോ സാഡ് അബൌട്ട് ഇറ്റ്. അതിനെ പറയാൻ പറ്റില്ല, അത്ര ഭയങ്കര സങ്കടം എനിക്ക് കാര്യത്തില്ല. അപ്പം ഞാൻ ഇത് സമ്മതിച്ചു, കൊലപാതകം സമ്മതിച്ചു. അപ്പം എന്തായാലും നരകത്തിൽ പോകാനുള്ള ഒരാണി അടിച്ചു. വ്യഭിചാരം, മോഷണം, ഇതൊന്നും ഞാൻ കൈകൊണ്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഹൃദയം കൊണ്ട് ഇതെല്ലാം. അവസാനം പാപങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് വന്ന് ഞാൻ എല്ലാം സമ്മതിച്ചു. വക്കീലിനോട് ഞാൻ മിണ്ടുന്നേ ഇല്ല, കാരണം എനിക്ക് മിണ്ടേണ്ട കാര്യമില്ല. ഐ നോ ഐ എം എ സിന്നർ. ദൈവത്തിന് മുമ്പിലേക്ക് ചെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ വക്കീലോ ന്യായീകരണങ്ങളോ ഒന്നും നടക്കില്ല. അവസാനം സാത്താൻ പറഞ്ഞു, ഇവനൊരു വിഗ്രഹാരാധിയാണ്. ഞാൻ പറഞ്ഞു, അതുമാത്രം എനിക്കൊരു എക്സ്ക്യൂസ് തരണം, ഒരെണ്ണം. കാരണം ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഓർത്തഡോക്സുകാരനായിരുന്ന ഞാൻ, ഓർത്തഡോക്സ് പള്ളിയിൽ കാണിക്കുന്ന ആ ചടങ്ങുകൾ വിഗ്രഹാരാധനയാണ്, ദൈവികമല്ല എന്ന് മനസ്സിലാക്കി. ദൈവം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്തപ്പം ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം ആ പള്ളി ഉപേക്ഷിച്ചിറങ്ങിയതാണ്. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. ഞാനൊരു CSI പള്ളിയിലാണ് പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ ഈ കുമ്പിടലും കുരിശിനെമുത്തലും ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല, മധ്യസ്ഥന്മാരൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു, ഈ ഒരു കാര്യത്തിലെങ്കിലും ഞാൻ വിഗ്രഹാരാധന എന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങളെ വെറുത്തുപേക്ഷിച്ച് വർഷങ്ങളായി, 3 വർഷമായിട്ട് ഞാൻ എൻ്റെ കസിൻസിൻ്റെ കല്യാണം വരുമ്പം പോലും ഞാൻ ചർച്ചിന് വെളിയിൽ നിൽക്കുള്ളൂ, അകത്ത് കയറില്ല. അത്രയും ഞാൻ അതിനെ അകന്നായിരുന്നു. ഞാൻ CSI പള്ളി പോവും, ഇവിടെ പോവില്ല. ദിസ് ഈസ് ദ റീസൺ. ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നെ വിഗ്രഹാരാധി എന്ന് മാത്രം ആ ഒരൊറ്റ കാര്യം നീ എനിക്കൊന്ന് ഒഴിവാക്കി തരണം. ബാക്കിയെല്ലാം ഞാൻ സമ്മതിച്ചല്ലോ, നരകത്തിൽ വേണേലും പൊക്കോളാം. പക്ഷെ ഇതൊരെണ്ണം കർത്താവ് പറഞ്ഞു, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നിന്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ്. ആളുകൾ നിന്നെക്കുറിച്ച് നല്ലത് പറയണം. പ്രസംഗം കേട്ടിറങ്ങുമ്പം നന്നായിരുന്നു എന്ന് പറയണം. ഇന്നത്തെ കാര്യം പറഞ്ഞിട്ട്, അന്നത്തെ കാര്യമില്ല, അന്ന് പ്രസംഗമൊന്നുമില്ല. ഒരാൾ നിന്നെക്കുറിച്ച് ദോഷമായിട്ട് പറഞ്ഞ് നിനക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മുമ്പിൽ നീ വെക്കുന്നത് നിന്റെ വിഗ്രഹമാണ്. അതിന്മേൽ എല്ലാവരും മാലയിട്ടോണം, എല്ലാവരും നല്ലതെന്ന് പറഞ്ഞോണം. നിന്റെ വിഗ്രഹം നീയാണ്. അത് പൊളിയാതെ
നിനക്ക് വിഗ്രഹാരാധന നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുമ്പോൾ സംഗതി ശരിയാ. എന്തിനാ ഇത്രയും പേരെ ഞാൻ വെറുത്തത്? എന്തിനാ ഞാൻ നീതിമാനായിട്ട് ചമഞ്ഞെന്നറിയോ? എൻ്റെ വിഗ്രഹത്തെ ഉയർത്താൻ വേണ്ടിയായിരുന്നു. ഞാൻ എന്ന് പറയുന്ന സാധനം നല്ലതായിട്ട് മനുഷ്യരുടെ മുമ്പിൽ കാണാൻ വേണ്ടിയായിരുന്നു. ഇത്രയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൊളിഞ്ഞു, കരഞ്ഞു, നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എന്നെ എത്രയും പെട്ടെന്ന് നരകത്തിലോട്ട് വിട്ടേരെ. എനിക്ക് ഒരു നന്മയും എന്നിൽ അവശേഷിക്കുന്നില്ല. ഞാൻ നശിച്ചു, ഞാൻ തകർന്നു. എന്നെ നരകത്തിലോട്ട് വിട്ടിട്ട് അടുത്ത ആളോട് അടുത്ത് പോ, കാരണം ഐ എം ഗോൺ. നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യാതൊരു റൈറ്റുമില്ല. അപ്പം കർത്താവ് എൻ്റെ കൂടെ വന്ന നിയമത്തോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ചേസിൻ്റെ കൂടെയുള്ള 18 വർഷം? നിയമം പറഞ്ഞു, കർത്താവെ, ഇവനെ പോലുള്ള ഒരുത്തനെ നന്നാക്കാൻ ഞാൻ എൻ്റെ പഠിച്ച പണി 18 നോക്കി ഉപദേശിച്ചു. പക്ഷെ ഇവൻ കുറേയൊക്കെ ചെയ്തു, പക്ഷെ നന്നായില്ല. കാരണം ഇവൻ്റെ ശരീരം വെച്ചുകൊണ്ട് എങ്ങനെ നന്നാകാൻ? നീ എനിക്കൊരു നല്ല ശരീരത്തെ താ. അപ്പോൾ എൻ്റെ പൊളിഞ്ഞുപോയി. ഒരു മാർക്ക് പോലും അവിടെ കൗണ്ടർ അല്ല, എല്ലാം തീർന്നു പോയി. കാരണം ഞാൻ ചെയ്ത സൽപ്രവൃത്തികളെല്ലാം ഉയർത്തിയത് എൻ്റെ ഫ്ലഷിനെയാണ്. ആൾക്കാരുടെ മുമ്പിൽ അതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു ക്ലോക്ക് വാങ്ങിച്ചാൽ ആ ക്ലോക്കിൻ്റെ കാറ്റ് തിരിയുന്നുണ്ടോ നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് ഫ്ലഷിൻ്റെ കണക്ഷൻ, ആ ശരീരത്തിൻ്റെ കണക്ഷൻ വിട്ടൊരു പണി ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അപ്പം നരകം ഷുവറാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കരഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ മുഖം എന്നിൽ നിന്ന് മാറ്റിയാൽ മതി, നരകത്തിൽ പോയി കിടന്നോളാം. ആ മുഖം കാണാൻ എനിക്ക് പറ്റില്ല. അപ്പം കർത്താവ് പറഞ്ഞു, നീ നരകമല്ലാതെ നീ ഒന്നും അർഹിക്കുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്തേ പറഞ്ഞ്? വാട്ട് ഡിഡ് യു സേ? നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അതെന്താ കാര്യം? 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മകൻ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് അവനോട് പറഞ്ഞു, നിന്നെ വെറുതെ വിടാനും ശിക്ഷിക്കാനും അധികാരമുള്ളവനാണ് ചോദിക്കുന്നത്, നീ പറഞ്ഞ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അന്ന് കർത്താവിന് ഒരു വാക്ക്, അവർ വെറുതെ പറയുന്നതാണ്, ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ടെസ്റ്റിമണി അവിടെ കൊടുത്തിരുന്നെങ്കിൽ പീലാത്തോസിന് യേശുവിനെ ശിക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം സാക്ഷിമൊഴികൾ ഒത്തിട്ടില്ല. പീലാത്തോസിന്റെ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും യേശുവിനെ ഒന്ന് റിലീസ് ചെയ്യണം. അപ്പൊ യേശുവിനോട് ചോദിക്കുക, ഇനി പ്രതി കുറ്റം നിഷേധിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കേസില്ല, സാക്ഷിമൊഴികളില്ല, അത് കൺസിസ്റ്റന്റ് അല്ല. പ്രതി കുറ്റം നിഷേധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ യേശു നിഷേധിക്കുന്നില്ല, മിണ്ടുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ജീസസ് ഡിഡ് നോട്ട് അറ്റർ എ സിംഗിൾ വേർഡ് ടു ദ ഗ്രേറ്റ് അമേസ്മെന്റ് ഓഫ് ദ ഗവർണർ. ഞാനിത് വായിച്ചത് NIV, അന്ന് ഞാൻ NIV വായിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അന്ന് അങ്ങനെ പഠിച്ചതാണ്. യേശു ഒരൊറ്റ അക്ഷരം പോലും തിരിച്ചു പറഞ്ഞില്ല. എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞു, അന്ന് അവൻ തിരിച്ചു പറയാതിരുന്നത് നിന്റെ ദയനീയാവസ്ഥ ഓർത്തിട്ടാ. കർത്താവ് വിചാരിച്ചു, എന്തായാലും ചെയ്സ് വന്ന് ഇങ്ങനെ ദയനീയമായിട്ട് 0 ആയിട്ട് നിൽക്കും, അവന് രക്ഷപ്പെടാൻ വേറെ വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പാപം എൻ്റെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ. അവൻ അങ്ങനെ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എനിക്കൊരു പകരക്കാരനുണ്ടായി ക്രൂശിൽ. ആ പകരക്കാരൻ എൻ്റെ എല്ലാ പാപങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ടായി. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ആയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാണ്. എബ്രായ ലേഖനം പഠിക്കണം, ഹൗ ദാറ്റ് കുഡ് സേവ് മീ എന്നുള്ളത്. അത്രയും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചുവെന്ന് റോമാലേഖനം 8:3 പറയുന്നത് യേശുവിൻ്റെ ശരീരത്തിൽ ആ ശിക്ഷാവിധി നടപ്പാക്കി എന്നുള്ളതാണ്. എൻ്റെ ശിക്ഷാവിധി. കാരണം എൻ്റെ ശരീരത്തിൽ അത് നടപ്പാക്കിയിരുന്നെങ്കിൽ നിത്യം ഞാൻ നരകത്തിൽ കിടക്കേണ്ടി വന്നേനെ. കാരണം ഞാനൊരു ഫൈനൈറ്റ് ബീയിങ് ആണ്. അതായത് ആദ്യവും അവസാനവുമുള്ള ഒരു, ഈവൻ നിത്യത നരകത്തിൽ കിടന്നാൽ പോലും എന്നിൽ അത് നടപ്പാക്കിയാൽ ദാറ്റ് വിൽ ട്രാൻസ്ഫർ മീ ടു ഇറ്റേണൽ ഹെൽ. എന്നാൽ നിത്യനായ പുത്രന് ആ ഒരു നിമിഷത്തെ പിതാവുമായുള്ള സെപ്പറേഷനിൽ, അവൻ്റെ ശരീരയാഗത്തിൽ, ആ നിത്യനായ പുത്രന് എനിക്ക് പകരക്കാരനാകാൻ ആ ഒരു സെക്കൻഡ് മതിയാൻ. മനസ്സിലാവുന്നുണ്ടോ? When he suffered on the cross and died in pain, that was my pain. ഞാൻ മരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കേണ്ട വേദനയാണ് അവനെന്ന് എടുത്തു മാറ്റിയത്. ഒരു ദിവസം എൻ്റെ ഭാര്യയോട് കർത്താവിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടായിട്ട് എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങളിങ്ങനെ കൺസേൺഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി മരിക്കാനുള്ളവരാണ്, പക്ഷെ ഒരു പ്രോമിസ് ഉണ്ട്, നിങ്ങൾ മരിക്കുമ്പം ഞാൻ മരിച്ച വേദന ഉണ്ടാവില്ല,
കാരണം ഐ ഹാവ് റിമൂവ്ഡ് യുവർ പെയിൻ ആൻഡ് ഫിൽഡ് യു വിത്ത് ഹോപ്പ്. The pain that I should have borne is gone with the cross. So I am no longer afraid of death. മരണത്തെ ഞാൻ ഭയപ്പെടാനില്ലാത്തതിൻ്റെ കാരണം മരിക്കില്ല എന്നുള്ളതുകൊണ്ടല്ല, ആ മരണത്തിന് വേദനയില്ല, കാരണം ഐ എം ഗോയിങ് ടു ദ പ്രസൻസ് ഓഫ് മൈ ലോഡ് എന്നുള്ളതാണ്. ദാറ്റ് വേദന, ദാറ്റ് പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു എനിക്ക് പകരം എടുത്തത് അന്നത്തെ നിശബ്ദതയിലൂടെയാണ്. നിശബ്ദനായിട്ട് അവൻ ഇരിക്കുമ്പോൾ എന്താ പറയുന്നറിയോ? രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ ആടിനെ എന്ന പോലെ. ഹി വാസ് ബിക്കമിങ് ദ ലാം ദാറ്റ് ബോർ ദ സിൻ ഓഫ് ദ വേൾഡ്. അതാണ് മിണ്ടാതിരുന്നത്. ആ മിണ്ടാതിരിക്കുമ്പോൾ ഹി വാസ് സാക്രിഫിഷ്യൽ ലാം. അപ്പൊ അത്ര എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, സന്തോഷം കർത്താവേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? 23 വർഷം കഴിഞ്ഞു. 23 ലോങ് ഇയേഴ്സ്. 23 അല്ല, 26 ഇയേഴ്സ് ആയി. 26 മേ ബി 25 ഇയേഴ്സ് ആവുന്നു. ഇന്നും എനിക്ക് സ്തോത്രം പറയാൻ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ രക്ഷപ്പെടല. അല്ലാതെ ഇന്നലെ കർത്താവ് നടത്തിയത് മിനിയാൻ എന്നെ കൊണ്ടുവന്നതും തലേദിവസത്തെ തലവേദന മാറ്റി തന്നതും ഞാൻ ഓർക്കാറ് പോലുമില്ല. ഒന്നും ഓർക്കാറില്ല. എനിക്ക് മിനിസ്ട്രി തന്നതോ, പിള്ളേരെ തന്നതോ, കുടുംബത്തെ തന്നതോ, ജോലിയില്ലല്ലോ, ജോലിയല്ല, ഇതാണല്ലോ പണി, അങ്ങനെയുള്ള ഒരു കാര്യം ഓർക്കാറില്ല. ഇത് വന്നില്ലേലും ഒരു കുഴപ്പമില്ല, അത് വന്നില്ലായിരുന്നുവെങ്കിൽ എന്നുള്ളതാ. അപ്പം ദൈവത്തെ എപ്പോൾ സ്തുതിച്ചാലും നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് അതാ. എനിക്ക് പകരം യാഗമായി കാൽവരി ക്രൂശിൽ നീ മരിക്കുവാൻ മാത്രം നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചു. ഹൗ കുഡ് യു ബിക്കം എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സിന്നർ ലൈക്ക് മീ? അവിടെയാണ് ആ പകരക്കാരൻ്റെ ആദ്യത്തെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ എനിക്ക് പകരം യേശു മരിച്ചു? അപ്പം ഞാൻ മരിക്കണ്ടേ? കർത്താവ് പറഞ്ഞു, വേണ്ട, നീ സമാധാനമായിട്ട് പോയിക്കോ. ദാറ്റ്സ് ദ ജോയ് ഓഫ് സാൽവേഷൻ. അപ്പം ഞാനിങ്ങനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, വെയിറ്റ്, ഒരു കാര്യം കൂടെയുണ്ട്. എന്താ കർത്താവേ? നീ വിശ്വസിക്കുന്നുണ്ടോ നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചതെന്ന്? അതെ. അവൻ എൻ്റെ നെറ്റിയിൽ നീതിമാൻ എഴുതി. ഞാൻ പറഞ്ഞു, കർത്താവ് ഇപ്പം തെളിഞ്ഞതേ ഉള്ളൂ, ഒരു നീതി പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല എന്നും 0 കിട്ടിയെന്നും. നീ എങ്ങനെ എന്നെ നീതിമാൻ എങ്ങനെ എഴുതി? അപ്പൊ കർത്താവ് പറഞ്ഞു, ഇത് നീ ചെയ്ത നീതിയല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി അവൻ പൂർത്തിയാക്കിയ നീതിയാണ്. കേൾക്കുന്നുണ്ടോ? അപ്പം എൻ്റെ എഴുത്ത്, എൻ്റെ നെറ്റിയിലുള്ള എഴുത്ത്, ദൈവത്താൽ എഴുതപ്പെട്ടിരിക്കുന്ന എൻ്റെ നീതീകരണം എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തികൾ നിമിത്തമല്ല വരുന്നത്, അത് യേശു ക്രിസ്തു എനിക്ക് പകരം ചെയ്ത പ്രവൃത്തികളാലാണ്. ഇന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 5:19 വായിച്ചേ. റോമാലേഖനം 5:19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. ആദമിലുള്ളവരെല്ലാം പാപികളായി മാറി. ക്രിസ്തുവിൽ ആരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം. 1 കൊരിന്ത്യർ ലേഖനം 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. പക്ഷേ നമ്മളോ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. പക്ഷെ ജഡത്താൽ നമ്മൾ ആദമിൽ ഇരുന്നതാ. ജഡത്താൽ നമ്മളെല്ലാം ആദമിൽ ഇരിക്കുകയും മരണത്തിന് അർഹരായിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അവൻ നമ്മളെ പിടിച്ച് ആരിലാക്കി? യേശുവിലാക്കി. അപ്പം നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? യേശുവിൽ. ആദമിൽ ഇരിക്കുന്നവരെല്ലാം മരിക്കണം, ആദമിൽ ഇരിക്കുന്നവരെല്ലാം പാപത്തിന്റെ ശിക്ഷ പേ ചെയ്യണം. എന്നാൽ ക്രിസ്തുവിൽ ദൈവം നമ്മളെ പിടിച്ചാക്കിക്കൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഹി ബിക്കെയിം. നമ്മൾ ഞായറാഴ്ച വായിച്ച വാക്യം ഓർമ്മയുണ്ടോ? വെള്ളിയാഴ്ച വായിച്ച വാക്യം എബ്രായ ലേഖനം 5:7-8-9 ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അപയാചനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അടുത്ത വാക്യം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്തിനു വേണ്ടിയായി? തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണമാകാൻ വേണ്ടി. ഇനി യോഹന്നാന്റെ സുവിശേഷം 17:19 വായിച്ചേ. അവരെന്ന് പറയുന്ന ആരാന്ന് ഓർമ്മയുണ്ടോ? അത് നമ്മൾ ഞായറാഴ്ച കണ്ടതാ. അവരാരാ? ആരെല്ലാം അവനിൽ വിശ്വസിക്കുമോ അവർ. അത് 20-ാം വാക്യത്തിലുണ്ട് അവരാരാന്ന്.
അവർ 19 വായിച്ചിട്ട് 20 വായിക്കാം. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകാൻ വേണ്ടി ഞാൻ അവർക്ക് പുതിയ കുറെ കൽപ്പനകൾ നൽകിയിട്ടുണ്ട് പിതാവേ. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? എങ്ങനെ എഴുതിയേക്കുന്നത്? അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ. ഇപ്പൊ കർത്താവ് എന്താ ചെയ്തത് എന്നെ വിശദീകരിക്കാൻ വേണ്ടി? നിങ്ങളുടെ വീട്ടിൽ എല്ലാം ആകെ കുളമായിരിക്കുമെന്ന് വിചാരിച്ചോ? ഇതിപ്പം ഇത് കളയണ്ട അല്ലേ? എന്തോ ഒരു എക്സാമ്പിൾ ആണ്. ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു സാധനം ഇങ്ങനെ തേമ്പിയിരിക്കാന്ന് വിചാരിച്ചോ? മനസ്സിലായോ? തേമ്പിരിക്കുന്ന ആംഗിൾ എല്ലാം മാറിപ്പോയി അല്ലേ? ചില വലിയ ആംഗിളായി, കോണായി, ചെറിയ കോണായി അല്ലേ? മനസ്സിലായി? അതിനെ തേമ്പിരിക്കാന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സ്ഥിതി എന്ന് വിചാരിച്ചോ? അപ്പനൊരു കോണർ, മകൻ വേറെ ഓപ്പോസിറ്റ് കോണറിൽ ഇങ്ങനെ ആകെ കുളമായിരിക്കുമെന്ന് വെച്ചോ. നന്നാക്കാൻ എന്ത് ചെയ്താമെന്നറിയോ? ഏതെങ്കിലും ഒരു കോണ് ശരിയാക്കിയാൽ മതി. ഏതെങ്കിലും ഒരു കോണ് ശരിയായി എന്ത് സംഭവിക്കും? എല്ലാം നോക്കണ്ട, ആലോചിച്ച് നോക്കിയേ. ഒരു സ്ക്വയറിന്റെ ഒരു കോൺ ശരിയാക്കിയാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ശരിയാവോ? നിങ്ങൾ വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരു കോൾഗേറ്റിന്റെ എന്തിൻ്റെലും കൂടെടുത്തിട്ട് ഇങ്ങനെ പകുതി അങ്ങോട്ട് ഒന്ന് തള്ളുക. ഓക്കെ, അപ്പോൾ ആ സ്ക്വയർ അങ്ങ് പോയി വല്ലാത്തൊരു ഷേപ്പായിട്ട് കിട്ടും. പാരലോഗ്രാമോ നിർബന്ധമില്ല, പാരലോഗ്രാം അത് തന്നെ കറക്റ്റ് പാരലോഗ്രാമായിട്ട് കിട്ടും. അതിനെ അപ്പോൾ ആംഗിൾ എല്ലാം മാറിപ്പോവും. നേരെയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഓരോ ആംഗിൾ ശരിയാക്കിയാൽ മതി. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാവൂലേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി കർത്താവ് എന്താ ചെയ്തേ? അവൻ അങ്ങ് വിശദീകരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവനുള്ളവരെല്ലാം അങ്ങനെയല്ലേ? അപ്പൊ ഈ നീതിയും വിശുദ്ധിയും തേജസ്സും ജ്ഞാനവും എല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ല, അത് ആരുണ്ടാക്കി വെച്ചേക്കുന്നതാ? യേശുവിന്റെ സമ്പാദ്യമാ. ആ സമ്പാദ്യം എങ്ങനെ നമ്മളിലേക്ക് വരുന്നതെന്നറിയോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഈ സമ്പാദ്യമാണ് അവരെ നീതീകരിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികളല്ല. ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല, ഞാനത് ഇപ്പൊ വിശദീകരിക്കാൻ പോവാം. അത് വിശദീകരിക്കണമെങ്കിൽ നമുക്ക് 4ാമത്തെ ലൊക്കേഷൻ, പാപത്തിന്റെ 4ാമത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. എത്ര ലൊക്കേഷൻ ഇന്നലെ പറഞ്ഞു? 3. എന്തൊക്കെയായിരുന്നു? ഫലം, അത് പ്രവൃത്തികൾ. പിന്നെ വൃക്ഷം, അത് ചിന്തകൾ. വേര്, അത് നമ്മുടെ ശരീരത്തിലെ വികാരങ്ങൾ. അതിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത്. ഇനി 4ാമത്തെ ലൊക്കേഷൻ എവിടെ ആയിരിക്കും? വേര് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി പ്രവൃത്തികൾ മോശമാണെന്ന് ആരാ നമുക്ക് പറഞ്ഞു തരുന്നേ? നാട്ടുകാർ പറഞ്ഞു തന്നോളൂ, അല്ലെ പോലീസുകാർ പറഞ്ഞു എൻ്റെ പ്രവൃത്തി ശരിയല്ല. ഒന്ന് നാട്ടുകാർ പറഞ്ഞു തരല്ലേ, അയൽവക്കാർ പറഞ്ഞു തരല്ലേ, പോലീസ് പറഞ്ഞു തരും. ചിന്തകൾ ശരിയല്ലെന്ന് ആരാ നമുക്ക് പറഞ്ഞു തരുന്നേ? ആരാ പറഞ്ഞു തരുന്നേ? നമ്മുടെ മനസാക്ഷിയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ചിന്തകൾ എങ്ങനെ കിടക്കുന്നു. ഒരു ദിവസം ചിന്തകളെല്ലാം കൂടെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി, ആകെ പ്രശ്നമാണ്, നമുക്കറിയാം. ഇനി 3, ശരീരത്തിന്റെ ഭാഗത്ത് ഹോർമോണുകൾ, വികാരങ്ങളിലാണ് ഈ പാപം എന്നുള്ളത് ആരാ കാണിച്ചു തന്നേക്കുന്നത്? ആരാ? ആത്മാവല്ല, വചനം, ന്യായപ്രമാണം അല്ലേ? ന്യായപ്രമാണം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പൗലോസ് അപ്പം ന്യായപ്രമാണം ഉള്ളവരുടെ ഗുണം എന്താ? ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഉള്ളവർക്ക് ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ന്യായപ്രമാണം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആൾക്കാർ നരകത്തിൽ പോകുമ്പം എന്തിനാ പോയെന്ന് അറിയാൻ മേല. പക്ഷെ ന്യായപ്രമാണം കയ്യിലുള്ളവർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാം. 0 കിട്ടിയത് എങ്ങനെയാണെന്നറിയാം. അത്രയേ ഉള്ളൂ വ്യത്യാസം, പ്രയോജനം. 2 പിള്ളേരെ തോറ്റു, 2 പേർക്ക് 0. ഒരുത്തൻ മാർക്ക് ലിസ്റ്റ് എടുപ്പിച്ച് നോക്കി, അതാണ് ന്യായപ്രമാണം. മറ്റൊന്നും നോക്കിയില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മുടെ നിയമമാണ് കാണിച്ചു തരുന്നത്. പാപിയാണ് ഞാൻ, എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, ഇതനുസരിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറയാണ്, നീ എന്നെ മരണം വരെ സ്നേഹിക്കണം. എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായത് ആ കൽപ്പന കേട്ടപ്പോഴാണ് അല്ലേ? ഇപ്പം ന്യായപ്രമാണം എന്നെ എന്താക്കി? പ്രമാണം വരുന്നവരെ ഞാൻ നല്ല മിടുക്കനായിരുന്നു. പ്രമാണം വന്നപ്പം ഇത്തിരി മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആരെങ്കിലും പുതിയ അനുസരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതുവരെ എല്ലാം മിടുക്കന്മാരായിരുന്നല്ലോ, 34, 33 മേടിച്ചവരായിരുന്നല്ലോ. അത് കഴിഞ്ഞാൽ നിയമങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ദരിദ്രരായി പോയില്ലേ? അല്ലേ? അതാ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം പറയാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത്, എന്താ പറഞ്ഞത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. ലോകത്തിലെ ഏത് മനുഷ്യന്റെ നീതി കണ്ടാലും നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം തോന്നുന്നില്ല. പക്ഷെ യേശുവിന്റെ നീതി നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും മുട്ടുകുത്തി അയ്യോ കർത്താവെ നിലവിളിച്ചു പോവും. അങ്ങനെ നിലവിളിച്ചു പോകുന്നില്ലെങ്കിൽ യു ആർ മിസ്ഗൈഡഡ്.
ഓക്കെ. അപ്പോൾ ഇനി 4ാമത്തെ പാപം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആത്മാവിന്റെ വെളിപ്പെടുത്തൽ. ആത്മാവ് നമ്മൾ ബോധ്യം വരുത്തുന്നത് എന്തിനെക്കുറിച്ചാണെന്നറിയോ? ഈ 3 കാര്യങ്ങളെക്കുറിച്ചും അല്ല, 4ാമത്തെ ഒരു പാപത്തെക്കുറിച്ചാണ് ആത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. അതെന്താണ്? ആർക്ക് പറയാം? ഓർമ്മയെന്ന് പറയാം. ഞാൻ പറഞ്ഞതാ. ആരോ പറഞ്ഞു? അവിശ്വാസം എന്ന പാപം, അൺബിലീഫ്. ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 8 and 9 നമ്മൾ വായിക്കുകയും ചെയ്തായിരുന്നു. ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 8 and 9. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. എന്തുകൊണ്ട്? പാപത്തെക്കുറിച്ച്. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പം പാപത്തിന്റെ 4ാമത്തെ തലമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വാക്കുകളിലുള്ള നമ്മുടെ അവിശ്വാസമാണ്. വി ഡോണ്ട് ബിലീവ് ഹിം. അതാണ് അവിശ്വാസം, പാപം. 4th സിൻ. ഈ സിൻ മാത്രം നമുക്ക് വഴിയിലൊരു പോലീസുകാരനെ തടഞ്ഞു നിർത്തിയിട്ടേ ചേസ് ഇത്തിരി അവിശ്വാസം ഉണ്ട് കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല, നാട്ടുകാർക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ആത്മാവിന് മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താൻ അത് നിങ്ങളെ സഹായിക്കും. എന്താണ് വിശ്വാസം? വാട്ട് ഈസ് ഫെയ്ത്ത്? വിശ്വാസം 2 തരമുണ്ട്. ഒന്ന് കേട്ട് കേൾവിയാൽ വരുന്ന വിശ്വാസം. ശ്രദ്ധിക്കണേ, കേട്ട് കേൾവിയാൽ വരുന്ന വിശ്വാസം. ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഞങ്ങളുടെ മതത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കും, ഇല്ലേ? എല്ലാ മതത്തിലും ഉണ്ടല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ബ്രസീലിൽ നിന്ന് വന്നേക്കാണ്. ശബരിമല അയ്യപ്പൻ അദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസർ മാറ്റി കൊടുത്തു. ഒരു നേഴ്സ് പറഞ്ഞാണ്, ഞങ്ങളുടെ നാട്ടിലൊരു അയ്യപ്പനുണ്ട്, പ്രാർത്ഥിച്ചാൽ ത്രോട്ട് ക്യാൻസർ മാറും. ഈ ഡോക്ടർ ത്രോട്ട് ക്യാൻസർ മാറിയിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമല വന്നേക്കുന്ന ഫോട്ടോ പത്രത്തിൽ വന്നു. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയാൻ മേല, ഞാൻ കണ്ടു. വിശ്വാസമാണ്, എല്ലായിടത്തും ഉണ്ട്. കാര്യം സാധിക്കും, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും, എന്നെ ഇവൻ അനുഗ്രഹിക്കും, എൻ്റെ തലമുറകൾ നന്നാവും. ഇതെല്ലാം എല്ലാ മതങ്ങളിലും ഉണ്ട്. വേളാങ്കണ്ണിൽ ആൾക്കാർ എന്തിനു പോകുന്ന നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവിടെ കടൽ കാണാൻ പോകുന്നതാണ്, കാര്യം നടക്കാൻ പോകുന്നതാണ്, കേട്ടുകേൾവിയാ. ചിലർ പറയും, ഹിന്ദുക്കളാണെങ്കിൽ പറയും അവിടെ ഒരു 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 എന്താ പറയുന്നത്, മാജീഷ്യൻ, മന്ത്രവാദിയുണ്ട്, അയാൾ വന്ന് മന്ത്രം ചെയ്താൽ ഈ പ്രശ്നങ്ങൾ മാറും. കത്തോലിക്കർ തന്നെ പറയും നിങ്ങൾ എടത്തുവ പള്ളിയിൽ പോയി നേഴഞ്ഞാൽ മതി, മാറും. ഓർത്തഡോക്സുകാരാണെങ്കിൽ പറയും മണർകാട് പള്ളിയിൽ, യാക്കോബക്കാർ ബാവ കശിക്കാരുടെയാണത്, മണർകാട് പള്ളിയിൽ പോയി മണിയടിച്ചാൽ മതി, അത് മാറും. അവിടെയുണ്ട് മുങ്ങിക്കുളി പരിപാടികളെല്ലാം. ഈ പെന്തക്കോസുകാർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മാറും. ദിവ്യശക്തിയുള്ള പാസ്റ്റർമാരാണ്. പണ്ട് അടുത്തിടെ ഒരു മനുഷ്യൻ പറഞ്ഞ, കത്തോലിക്ക സഭ മരിച്ചുപോയ വിശുദ്ധന്മാരെയും കൊണ്ട് ഊടായ്പ നടത്തുമ്പോൾ പെന്തക്കോസുകാർ ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാരെ വെച്ച് ഊടായ്പ നടത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇത് ഈ വിശ്വാസം എന്ന് പറയുന്നത് കാര്യസാധ്യതയുള്ള വിശ്വാസം. അതായത് അവസ്ഥകൾക്ക് മാറ്റം വരുത്തും, എൻ്റെ ജോലി ഇമ്പ്രൂവ്മെൻ്റ് വരും, പ്രൊമോഷൻ വരും, ഇങ്ങനെയുള്ള ഫെയ്ത്തുകളെല്ലാം കോമൺ ഫെയ്ത്താണ്. അത് ആത്മാവ് തരുന്നതല്ല, അത് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഫെയ്ത്ത് ഉണ്ട്. ആത്മാവ് വരുന്നതിന് മുമ്പ് തന്നെ ആ ഫെയ്ത്ത് ഉണ്ട്. ഒത്തിരി പേര് യേശുവിൽ വിശ്വസിച്ചായിരുന്നു, യേശുവിൻ്റെ പ്രശ്നങ്ങൾ മാറ്റും. അവർ ഏലീശയുടെ കാലത്തും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. നയമാൻ എന്ന് പറഞ്ഞൊരു കുഷ്ഠരോഗി സൗഖ്യമായി നമുക്കറിയാം. ഇതെല്ലാം ഓൾഡ് ടെസ്റ്റാമെന്റ് തൊട്ട് പണ്ട് തൊട്ടേ ഉണ്ട്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു വിശ്വാസം അല്ലത്. ഞങ്ങൾ മിഷണറിമാരായിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതം എന്തായിരുന്നു പറയട്ടെ? അത് ഭയങ്കര സീക്രട്ടാണ്, ആരോടും പറയരുത്. അതായത് ഞങ്ങൾ മിഷണറിമാരുടെ ആൾക്കാരായിരിക്കും. 10 വർഷം ഞാൻ മിഷണറി ആയിരുന്നു ആന്ധ്രാപ്രദേശിൽ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് പറയും, വിശ്വാസത്തല്ല ബ്രദറെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ അർത്ഥം? സ്ഥിര വരുമാനമില്ല, ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യും, ഇതാണ് വിശ്വാസ ജീവിതം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും കൂടെ വ്യാഖ്യാനിച്ചാൽ വിശ്വാസ ജീവിതമല്ല. അതെങ്ങനെ വിശ്വാസ ജീവിതം വന്നേ? ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വിശ്വാസമാണ്. വിശ്വാസം എന്ന ചൂണ്ട കൊണ്ട് ഞാൻ പിടിക്കുന്നത് എന്താണെന്നറിയോ? പൈസയാ. എനിക്ക് നടക്കാനുള്ള ഈ ലോകത്തിലെ വസ്തുക്കൾ, അത് പിടിക്കാൻ ഞാൻ അധ്വാനിക്കുന്നില്ല. അധ്വാനിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം എനിക്ക് സംഘടിപ്പിച്ച് തരുക ചെയ്യുന്നത്. അവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടാക്കുന്ന പൈസ വിശ്വാസം എന്ന ചൂണ്ടയിട്ട് ഞങ്ങളിങ്ങെടുക്കുന്നതാണ്.
പേർക്ക് സന്തോഷമുണ്ട്? മനസ്സിലായത്? ഇതിനാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒരു സാധനമല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് കൺസേണിങ് ദിസ് വേൾഡ്. ഈ വിശ്വാസം, ഫെയ്ത്ത് എലോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാര്യം, അവർ വിചാരിക്കുന്ന ഈ ഫെയ്ത്ത് മാത്രമായിട്ട്, അതല്ല ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എല്ലാം കോമൺ ഫെയ്ത്ത് എന്ന് പറയും, എല്ലാ മതങ്ങളിലുമുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ കുറച്ചുകൂടെ സ്ട്രോങ് ആയ ഒരു ഫോമാണ് നമ്മുടെ അടുത്തുള്ളത്. അത് തെറ്റല്ല കേട്ടോ, കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും. അത് റോങ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് തലവേദനയുണ്ട്, മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യമാക്കി തരും, സൗഖ്യമാക്കി തരും, സൗഖ്യമാക്കി തരും. അത്രയേ ഉള്ളൂ. ഇത്രയുടെ വിശദീകരിക്കാം. ഞാനും പൗലോസും കൂടെ കർത്താവിൻ്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി പോയി നിൽക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ കർത്താവ് പൗലോസിനോട് ചോദിക്കുക, പൗലോസ് നീ വിശ്വാസിയാണോ? അതെ. നീ എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോലെ തോട്ടം തിരിച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം. അടുത്ത എന്നോട്, ശരി നീതിയുടെ കിരീടമായിട്ട് പോയിക്കോ. അടുത്ത എന്നോട്, ചേച്ചി നീ വിശ്വാസിയാണോ? അതെ. എന്താ വിശ്വസിച്ചത്? കർത്താവെ, ഞാൻ ഓരോ ദിവസവും നീ എന്നെ നടത്തുമെന്ന് വിശ്വസിച്ച് നിന്നെ നോക്കിയാണ് ഞാൻ ജീവിച്ചത്. ഓക്കെ, എല്ലാ ദിവസവും ഞാൻ നിനക്ക് സ്റ്റാപ്പാട് തന്നു. എൻ്റെ പിള്ളേരെ ഒരു കര പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവരെല്ലാം നീ അനുഗ്രഹിച്ചു, ദൈവമേ സ്തോത്രം. അപ്പോൾ അതും വിശ്വസിച്ചു, ദൈവം അനുഗ്രഹിച്ചു. എനിക്കൊരു വീടില്ലായിരുന്നു, എൻ്റെ കഥയല്ല കേട്ടോ, എക്സാമ്പിൾ. എനിക്കൊരു വീടില്ലായിരുന്നു, കർത്താവ് നീയാണ് എനിക്കൊരു വീട് തന്നത്. എൻ്റെ ചർച്ചിലെ പാസ്റ്ററും വിശ്വാസികളെല്ലാം ഒരാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഈ സഹോദരനൊരു വീട് കൊടുക്കണേ, കിട്ടി. ഇപ്പൊ ചർച്ചിലെ ആൾക്കാരെല്ലാം പറയും, ആ അച്ചായൻ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ആ പുള്ളി എല്ലാം ഉണ്ട്. ഇപ്പൊ കർത്താവ് പറഞ്ഞു, ഓക്കെ, നിന്റെ വിശ്വാസം ഞാനും കണ്ടായിരുന്നു, ഓക്കെ, ഞാനെല്ലാം തന്നല്ലോ, ശരി എന്നാ പോയിക്കോ. അപ്പൊ നീതിയുടെ കിരീടം, നീ വിശ്വസിച്ചെല്ലാം നിനക്ക് കിട്ടി, അവൻ വിശ്വസിച്ചെല്ലാം അവനും കൊടുത്തു. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ വിശ്വസിച്ചെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇവിടെയുള്ള വസ്തുക്കളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത്, റിയൽ ഫെയ്ത്ത് ഡസ് നോട്ട് ഫെച്ച് എനിത്തിങ് ഫോർ യു ഹിയർ, ഇറ്റ് ഫെച്ചസ് എവരിത്തിങ് ദെയർ. ആ ഒരു ഫെയ്ത്ത് എന്ത് ഫെയ്ത്താണ്? അത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രം വെളിപ്പെടുത്താനും ദൈവത്തിന്റെ ആത്മാവിന് മാത്രം കുറ്റബോധം വരുത്താനും പാവബോധം വരുത്താനും കഴിയുന്ന ഒരു ഫെയ്ത്താണ് ഈ രക്ഷാകരമായ വിശ്വാസം. അതൊരു സ്പെഷ്യൽ ഗ്രേസ് ആണ്, അത് വീണ്ടെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അത് സഭയുടെ വെളിയിലുള്ള ഒരാൾക്കും ഇല്ല. സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ അദൃശ്യ സഭയുടെ വെളിയിലുള്ള യാതൊരു മനുഷ്യനും, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരാൾക്കും ഈ വിശ്വാസം ഇല്ല. അത് ദൈവത്തിന്റെ ആത്മാവ് അവന് നൽകുന്ന വിശ്വാസമാണ്. ആ ഫെയ്ത്ത് എന്ത് ഫെയ്ത്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. എബ്രായ ലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആശിക്കുന്നതിന്റെ ഉറപ്പ്, അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. എന്താണ് നിങ്ങൾ ആശിക്കുന്നത്? എന്താ ആശിക്കുന്ന അറിയണം? നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതാണ് ആശകൾ. ആശിക്കുന്ന ഉറപ്പാ. ഞാൻ പണ്ട് 2013 കേരളത്തിൽ വരുമ്പോൾ, കേരളത്തിലെ ഒരു AG ചർച്ചിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു തലമുറയെ മാനിക്കും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറ്റി നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വാലുള്ള തലയാക്കും, നിങ്ങളെ പിന്നെ എന്തൊക്കെയാ അതെല്ലാം. ഇതെല്ലാം 100% വിശ്വസിക്കുന്നവരെന്ന് കൈവക്കാൻ പറഞ്ഞു. എൻ്റെ മുമ്പിലുള്ള എല്ലാവരും കൈവക്കി. പുറകെ നോക്കിയപ്പോൾ പാസ്റ്റർമാർ 5-6 പേർ എല്ലാവരും കൈവക്കി വെക്കുക. സന്തോഷം. അടുത്ത ചോദ്യം നിങ്ങളോട്. ഇപ്പം സമയം 9:32. 9:34 കർത്താവ് വന്നാൽ 100% ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് വിശ്വാസമുള്ളവര് ഒന്ന് കൈവക്കി. ഞാൻ അങ്ങനെ അന്ന് അവരോട് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞോ? വേണമെങ്കിൽ പറഞ്ഞൊന്ന് എടുക്കാം, പറഞ്ഞില്ല എന്ന് എടുത്തോ. എനിക്ക് നിരാശപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുറകോട്ട് നോക്കി. ഓരോറ്റ മനുഷ്യനും പുറകിലും കൈവക്കിയിട്ടില്ല, ഫ്രണ്ടിലും കൈവക്കിയിട്ടില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആശിക്കുന്നതൊക്കെ ഉറപ്പാ, പക്ഷെ ആശിക്കുന്നതൊക്കെ ഭൂമിയിൽ വിടുതൽ നടക്കുന്ന. അപ്പൊ വിശ്വാസത്തിന്റെ ഉറപ്പെന്തി? ആശിക്കുന്നതിന്റെ ഉറപ്പെവിടെ പോയി? സ്വർഗത്തിൽ ഇന്ന് രാത്രി പോകുന്ന ഉറപ്പുള്ള ഒരു 100%. കള്ളം പറയരുത്. ചർച്ചാണല്ലോ എന്ന് വിചാരിച്ച് പോയില്ലെന്ന് പറഞ്ഞാൽ മോശമെന്ന് വിചാരിക്കരുത്. കൈവക്കി. ദാറ്റ് മീൻസ് ദർ ഇസ് ലോട്ട് ഓഫ് വർക്ക് ടു ബി ഡൺ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയാ പാസ്റ്റർ ആമേൻ കർത്താവ യേശുവേ എന്ന് പറയുമ്പോഴേക്കും വേഗം മരണേ നിങ്ങൾ എങ്ങനെ പറയുന്നത്? നിങ്ങൾ പോകുന്ന ഉറപ്പില്ലെങ്കിൽ വന്നിട്ട് അപ്പുറത്തേനും ഇപ്പുറത്തേനൊക്കെ കൊണ്ടുപോയിക്കൊള്ളാനാ? അതിനുവേണ്ടിയാണ് വരുന്നത്.
ഞാൻ പണ്ട് CSI ചർച്ചിൽ പോകുന്നൊരു കാലത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അന്ന് ഞാൻ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി ഒരു CSI ചർച്ചിൽ സുവിശേഷ പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയി. പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള വലിയൊരു പ്രസംഗം, നല്ല പ്രസംഗമാണ്. അദ്ദേഹം പ്രസംഗിച്ച് ഇങ്ങനെ പറഞ്ഞു, അവസാനം പറഞ്ഞു, പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ആ ഓൾട്ടർ കോൾ, ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരെല്ലാം കൈവക്കാൻ പറഞ്ഞു. കുറേ പേര് കൈവക്കി. CSIക്കാരാട്ടോ. അപ്പോൾ എല്ലാവരും കൈവക്കും. പെന്തക്കോസ്തുകാരൻ എല്ലാവരും കൈവയ്ക്കുന്നു. എന്താണെന്ന് അറിയാനും മേലതിന്, എന്നാലും കൈവയ്ക്കുന്നു. അടുത്തത് ഇപ്പൊ രക്ഷിക്കപ്പെട്ടവരെല്ലാം കൈവക്കാൻ പറഞ്ഞു. ഒരു 8-10 പേര് അതിനും കൈവക്കി. കൈവക്കാത്ത 2-3 പേരുണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. ആ പ്രസംഗൻ എന്നെ നോക്കിക്കൊണ്ടും ബാക്കിയുള്ളവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെ പോകും? ഞാനും കൈവക്കി. എന്ത് സമാധാനത്തോടെ വീട്ടിൽ പോകും എന്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ പറ. ഞാൻ ഇന്ന് ഓർക്കും, ഇന്നലെ കിടന്നപ്പോൾ ഓർത്തു, കർത്താവേ നിത്യജീവന്റെ ഉറപ്പ് എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ശ്വാസം പോയിട്ട് അടുത്ത ശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഉറപ്പില്ല. നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ഈസിയായിട്ട് നിങ്ങൾ ഉറപ്പില്ലെന്ന് പറഞ്ഞത്? എന്താ ഉറപ്പില്ലാത്തതെന്നറിയോ? ഇപ്പൊ ഉറപ്പ് വരുത്താൻ ഉള്ള ടൈം ഇന്നുണ്ടോന്ന് അറിയില്ല. എല്ലാവരുടെയും പേടി ഉറപ്പ് വന്നാൽ പിന്നെ നമ്മൾ തോന്നിയ പോലെ ജീവിക്കുന്നത്. തോന്നിയ പോലെ ജീവിച്ച ഉറപ്പ് പോകും. ഉറപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഉറപ്പുണ്ടാകുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്ന അഷുറൻസ് ആണ്. എൻ്റെ ഭാര്യ എനിക്ക് നല്ല വിശ്വാസം കേട്ടോ, പക്ഷെ അത്ര ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വിശ്വാസം ഉണ്ടോ ഇല്ലയോ? വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിനൊരു ചെറിയ ഉലച്ചിൽ വന്നാൽ പിന്നെ അതില്ലെന്നർത്ഥം. വിശ്വാസം മാത്രം എപ്പോഴും 100%, 99% ആവാൻ പറ്റിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ഇരിക്കും, ഇതിന് മുകളിൽ എത്ര നിലയുണ്ട്? ഫസ്റ്റ് ഒരു നിലയുള്ളൂ. ഓക്കെ, ഇതെല്ലാം കൂടി ഇടിഞ്ഞ് നമ്മുടെ മുകളിൽ ചാടില്ല, നമുക്ക് ഉറപ്പല്ലേ? ഉറപ്പില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കയറുമോ? ഇതിങ്ങനെ ആടി ഒരു സൈഡിലോട്ട് നിൽക്കുന്ന ഇങ്ങനെ ആടുന്ന ബിൽഡിംഗ് ആയിരുന്നു, എത്ര പേര് ഇവിടെ കയറി സമാധാനിട്ടിരുന്നേനെ? ഫെയ്ത്ത് ഇല്ലാതെ അത് ഒരു 1% ഫോൾട്ട് വന്നാൽ നമുക്ക് പ്രശ്നമാണ്, സമാധാനം പോവും. അപ്പൊ കർത്താവിന്റെ പാപക്ഷമ ലഭിച്ച സമാധാനം, സ്വർഗത്തിൽ പോകുന്ന സമാധാനം നിങ്ങളിനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നല്ല കാര്യം. അപ്പൊ ഞാനിത് പറഞ്ഞത് നന്നായി. ഇനി എന്താണ് ആശിക്കുന്നതിന്റെ ഉറപ്പ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് സാധനം. ആശ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഉറപ്പ്? വാട്ട്സ് ദാറ്റ് അഷുറൻസ് ഓഫ് സാൽവേഷൻ? ഈ പണ്ട് കാലത്തൊക്കെ ഇപ്പൊ പെന്തക്കോസ്തിലെ പൂർവികർക്കുണ്ടല്ലോ ഭയങ്കര അഷുറൻസ് ആയിരുന്നു, കർത്താവ് വന്നാൽ പോകുമെന്ന്. കാന്താ താമസം എന്താഹോ, കാത്തിരുന്നും മടുത്തു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. അല്ലെ, കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ. ഉണ്ടാവല്ലോ അങ്ങനെ. എങ്ങനെയും കേരളത്തിൽ പോയി സെറ്റിൽ ആവാനുള്ള ഉള്ളം തുടിക്കുന്നു, കണ്ണു തുടിക്കുന്നു. പണ്ട് കാലത്ത് തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണാൻ ഇന്നും പാടുന്നുണ്ട്. കാലമേറ്റം ആസന്നമായി. അതിനകത്ത് ആ പാട്ടിന്റെ ടോൺ എന്ത് സന്തോഷമാണ്. വരാൻ കാണാൻ പോവാന്ന്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിയിടുമേ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ പാടുമായിരുന്നു. ഇന്ന് ഒരൊറ്റ പാട്ട് നിത്യതയുടെ പ്രത്യാശയെക്കുറിച്ചില്ല. പ്രത്യാശ is killed by those prophets who always gives you the world. ലോകത്തിന്റെ ആശകൾ തരുന്ന കള്ളന്മാരായ പ്രവാചകന്മാരാൽ നിങ്ങളുടെ പ്രത്യാശ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, തൂത്തുവാരി എറിയപ്പെട്ടിരിക്കുന്നു. യു ആർ ലിവിങ് ഫോർ ദ വേൾഡ്. അവർ ലോകത്തെക്കുറിച്ച് മോഹിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? അടുത്ത വർഷം നിങ്ങൾക്ക് വിടുതല. അപ്പൊ അടുത്ത വർഷം വരെ കർത്താവ് വരരുത്. ഉള്ളിൽ പറയാണ്, എനിക്ക് 2 വർഷം കൂടെ ജീവിക്കണം. ഈ ലോകം ഒരു പ്രസംഗം കേട്ട് നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ലോകത്ത് ഒരു 5-6 വർഷം കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹം തോന്നുവാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫ്രം ദ ലോർഡ്. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കർത്താവേ നീ എത്രയും വേഗം വരണേന്ന് തോന്നുവാണെങ്കിൽ ദാറ്റ്സ് ഫ്രം ദ ലോർഡ്. ദാറ്റ് ഗീവ്സ് യു ഹോപ്പ്. ഇന്ന് ജനങ്ങൾക്ക് കേൾക്കേണ്ടത് മുഴുവൻ അതാ. ഏതാ? വിടുതൽ. പെന്തക്കോസ്റ്റൽ പ്രസംഗങ്ങളുടെ അവസാനം എത്ര നല്ല കാര്യം പറഞ്ഞാലും അവസാനം കർത്താവ് നിങ്ങളുടെ വാക്യം പറഞ്ഞു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്നൊരു വൈബ്രേഷനിലൂടെ പറയാതെ ആർക്കും ഒരു സമാധാനമായിട്ട് കൈയടിക്കാൻ പറ്റില്ല. എല്ലാ പ്രസംഗവും അതാ. എല്ലാ പ്രസംഗവും അതാ.
ആശിക്കുന്നതിന്റെ ഉറപ്പ്. വാട്ട് ഈസ് ദാറ്റ് ഹോപ്പ്? നമുക്കൊരു വാക്യം വായിക്കാം, ഹോപ്പ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി. റോമാലേഖനം 8:23 റോമൻസ് ചാപ്റ്റർ 8:23. പലരും ചോദിക്കാറുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താ? ഇതാ തെളിവ്. അല്ല, 23 വായിച്ചില്ല. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും. അപ്പൊ ഇവിടെ നാമം എന്ന് പറഞ്ഞാൽ ആരെല്ലാം ആത്മാവിന്റെ ആദ്യദാനം പ്രാപിച്ചിട്ടുണ്ടോ അവരെല്ലാവരും. ഇപ്പൊ തെളിവാണേ, ആത്മാവിന്റെ ആദ്യദാനം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. എന്താണ് തെളിവ്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. ഓർമ്മയുണ്ടോ ഞരക്കത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഇതാണ് ആശ. അതായത് ശരീരമാണ് പ്രശ്നവും നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായത്? വചനം വായിച്ച് മനസ്സിലായി. എനിക്ക് പാവമില്ലാതെ ജീവിക്കാൻ പറ്റാത്തതിന്റെ കാരണം എൻ്റെ ശരീരമാണ്. അപ്പം ആത്മാവ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഞരക്കം, എങ്ങനെയെങ്കിലും ഈ ശരീരം വിട്ട് യേശുവിൻ്റെ ശരീരത്തോട് പോലുള്ള തേജസ്സുള്ള ശരീരം എനിക്ക് ലഭിക്കണം. അങ്ങനെ ഉള്ളിൽ ഞരങ്ങുന്ന ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അടുത്ത വാക്യം എന്താ? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരുന്നു. ഇംഗ്ലീഷിൽ പല വേർഷൻസിലും ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ് that we were saved എന്ന്. തമിഴിലെ ഇന്ത നമ്മക്കം, അതായത് ഞരക്കത്തോടു കൂടിയുള്ള കാത്തിരിപ്പ്. ഇസ് ആശാസേ ഹിന്ദി. ഈ ഞരക്കത്താലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവേ, എന്ന് നീ വരും, എപ്പം നീ വരും, എനിക്ക് നിന്നെ കാണാതെ വയ്യ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ്. ആ ഞരക്കമാണ് പ്രത്യാശ. ആ പ്രത്യാശയുടെ ഉറപ്പാണ് ഫെയ്ത്ത്. ഞരക്കമില്ലാത്തവർക്ക് എന്തുണ്ടാവില്ല? ലോകത്തെക്കുറിച്ച് ആശിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല? പ്രിയ സഹോദരങ്ങളെ, എന്നോടൊരു പ്രവാചകൻ 2 വർഷം മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷ വളരാൻ പോവാണ്, നിങ്ങൾക്ക് എയ്റോപ്ലെയിനെ നിറങ്ങാൻ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് പുള്ളിയോട് പറഞ്ഞു. ഒന്ന്, എനിക്ക് എയ്റോപ്ലെയിനിൽ ഇറങ്ങിയേ പറ്റൂ. എനിക്കൊന്ന് കുളിക്കണമെങ്കിൽ, എൻ്റെ പിള്ളേരെ കാണണമെങ്കിൽ എനിക്ക് എയ്റോപ്ലെയിനിൽ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ മലേഷ്യൻ എയർപ്ലെയിൻ പോയാൽ പോകണം. എനിക്കിറങ്ങണം, ഇറങ്ങിയേ പറ്റുള്ളൂ. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, മേലാലീവക മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാനത് ഒഴിവാക്കാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ഇറ്റ്. ചിലപ്പം പോകാതിരിക്കാം, പോകാതിരിക്കാം. ദാറ്റ്സ് നൺ ഓഫ് മൈ കൺസേൺ. എന്നോട് പറയേണ്ടത് അതല്ല. ഞാൻ ദൈവത്തോട് പറയും, നിങ്ങൾക്ക് വെളിപ്പാടുള്ള ഒരാളാണ്, ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കി ഉള്ളത് പോകാതിരിക്കാൻ നോക്കിക്കോ. ഇത് സത്യമോ ശരിയോ എന്നുള്ളതല്ല എൻ്റെ ഫാക്ടർ. ആർ യു കിൻഡിലിംഗ് ദാറ്റ് ഡിസയർ ഇൻ അസ് എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. ഞാൻ ചിലപ്പം പ്ലെയിനെ പോയി കാണുമൊക്കെ ശരിയായിരിക്കും, പക്ഷേ ദാറ്റ്സ് നോട്ട് ദ കേസ്. എന്താണ് എന്നോട് ആ മനുഷ്യൻ പറയേണ്ടത്? ആ മനുഷ്യൻ എന്നോട് പറയേണ്ടത് ഈ ലോകത്തിൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുന്നല്ല. ആ മോഹം എന്നിൽ ഉണ്ടാക്കാവുന്ന രീതിയിൽ ആ ഭാഷ വന്നത്. 2003 ഒരു മനുഷ്യൻ എന്നോട് പ്രവചിച്ചതാണ്, നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ, 1.5 വർഷത്തിനുള്ളിൽ അമേരിക്കയിലായിരിക്കും. ഞാൻ പറഞ്ഞു ആയിരിക്കില്ല. പുള്ളി പറഞ്ഞു ആയിരിക്കും. ഞാൻ പറഞ്ഞു ആയിരിക്കില്ല. പുള്ളി പറഞ്ഞു ഉറപ്പായിട്ടും ആയിരിക്കും. ഞാൻ പറഞ്ഞു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂല, കാരണം ഞാൻ പോകില്ല. പുള്ളി പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട, എന്നാലും നിങ്ങൾ പോകും. ഞാൻ പറഞ്ഞു പോകുകയല്ലെന്ന് ഞാൻ പറയുന്നതിന് കൃത്യമായ കാരണമുണ്ട്. അതെന്താ? ഞാൻ പാസ്പോർട്ട് എടുക്കൂല, പോകില്ല. പുള്ളി പറഞ്ഞു നിങ്ങൾ പാസ്പോർട്ട് എടുക്കും, പോവും. പോയില്ല. പ്രിയ സഹോദരങ്ങളെ, പാസ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ IPC അവർ വിളിച്ച ശേഷമാണ് ഞാൻ പാസ്പോർട്ട് എടുക്കാൻ പോകുന്നത്. കാരണം അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാസ്പോർട്ടില്ല, വേറെ ആരെങ്കിലും വിളിച്ചാൽ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു 4 ദിവസം മതി പാസ്പോർട്ട് കിട്ടാൻ. പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തു. ഞങ്ങൾ പാസ്പോർട്ട് പേര് വെച്ച് നോട്ടീസ് അടിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഗതിയില്ലാതെ പോയി പാസ്പോർട്ട് എടുത്ത്. കഴിഞ്ഞ വർഷമാണ്, അതുവരെ എടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രവചിക്കാൻ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു കുളിരാ. അത് നമ്മളിലുണ്ടായ നമ്മുടെ പോക്കറ്റ് അങ്ങോട്ട് ഒഴുകിക്കോളും. ഇതെല്ലാം ലോകത്തിലേക്ക് നമ്മളെ പിടിച്ചു. അതാ എൻ്റെ പ്രശ്നം. ഇതിനകത്ത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഓൾ ദീസ് പ്രൊഫസീസ് ഹാവ് സ്ട്രാങ്കിൾഡ് us and held us captive in this world. ഈ ലോകത്തിൽ നമ്മളെ ക്യാപ്റ്റീവ് ആക്കി കളഞ്ഞു. ഞാൻ ഇതിലും നല്ലൊരു പ്രൊഫസി എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ നടന്ന എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്ത് പുള്ളി മിലിറ്ററി ചേരുന്നതിന് മുമ്പ്, മിലിറ്ററി ആയിരുന്നു, റിട്ടയർ ചെയ്യുന്ന മിലിറ്ററിയിൽ നിന്നാണ്. അപ്പം ചെറുപ്പകാലത്ത് പുള്ളി ഒരു ഫോറസ്റ്റിൽ, ഒരു ഏലക്കാടിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു ഹിന്ദു കൈനോട്ടക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉടനെ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, ഞാൻ ഒരിക്കലും മരത്തെ കയറാറില്ല, മരത്തിൽ നിന്ന് വീഴാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വീഴും, ഉറപ്പായിട്ടും വീഴുന്നു. തന്നെയല്ല, നിങ്ങൾ ഈ പണി നിർത്തി പോവും, നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അരി തിന്നേണ്ട ആളാണ്, ആ നെന്മണി നിങ്ങളുടെ കൈക്കകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ആലോചിക്കണം. 2 ദിവസം കഴിഞ്ഞ് പെരുമഴ പെയ്ത് ഒരു മരം പിഴുത് വേരിളകി വേറൊരു മരത്തിലോട്ട് പോയി ചാരി ഇരിക്കുമായിരുന്നു, കയറാവുന്ന രീതിയിൽ. എൻ്റെ അപ്പൻ അതിന് മുകളിൽ വലിഞ്ഞേറി താഴെ വീണു. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ
ആ ജോലി പോയി. പുള്ളി എറണാകുളത്ത് ചെന്ന് ക്യൂ നിൽക്കുന്ന മട്ടാഞ്ചേരിയിൽ വലിയൊരു ക്യൂ റിക്രൂട്ട്മെന്റ് പോയി. അതിന്റെ പുറകെ നിന്ന് 400-500 പേരുണ്ടായിരുന്നു. 4-5 പേരെ എടുത്തു. അതിലൊരാൾ പുള്ളിയായിരുന്നു. ഈ പ്രവചനം പുള്ളി 2 അന്യഭാഷകളെ ചേർത്ത് പറഞ്ഞായിരുന്നെങ്കിൽ പുള്ളി അമേരിക്ക സെറ്റിലായനെ. സോ മെനി സച്ച് അൺഎക്സ്പ്ലെയിൻഡ് ഡ്രീംസ്. ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പ്രത്യാശ വർദ്ധിപ്പിക്കാത്തതെല്ലാം ക്രിസ്തുവിൻ്റെതല്ല. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു. ഓക്കെ, മുമ്പോട്ട് വായിക്കാം. 26. ആ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ഈ ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. വേണ്ടുന്ന പോലെ അല്ല. വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കുന്ന ആരാന്നറിയോ? അടുത്ത വാക്യം. അപ്പൊ വേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടാൽ നമ്മളിപ്പോ ആരായനെ? 666 ആകാൻ ശ്രമിച്ചേനെ നമ്മൾ, ലോകത്തിന്റെ പ്രഭു. പക്ഷെ അത്രയാകാൻ പറ്റില്ല. അതൊരാളേ ഉള്ളൂ. ഒരു 66 ആകാനുള്ള പരാക്രമമാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ പിള്ളേർ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, ഞങ്ങളുടെ റാങ്ക് മേടിക്കണം, പിള്ളേർ എല്ലാം ജോലി, വീട്, സ്ഥലം. ഇപ്പം 2 കോടി രൂപ തരണേ, കർത്താവ് രാവിലെ 2 കോടി രൂപ തന്നിരിക്കുന്നു. അപ്പൊ 10 കോടിയാക്കാം നമുക്ക്. കാരണം ഉടനെ കിട്ടുവാണല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവെ എൻ്റെ ഇരുൾ നിറം മാറി വെളുത്ത നിറം തരണമേ. രാവിലെ കണ്ണാടി നോക്കി വെളുത്തിരിക്കുന്നു. ഫെയർ ആൻഡ് ലവ്ലിയുടെ കച്ചവടം അപ്പം പൂട്ടി. എല്ലാം പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ കർത്താവ് തരുമായിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഈ ലോകത്തിലുള്ള എല്ലാം വാങ്ങിച്ചേനല്ലേ? വാങ്ങിക്കില്ലായിരുന്നോ? നമ്മൾ ആരെ പോലെ ആയനെ? ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടായനെ. യേശുവിനെ പോലെ ആവില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടി ഞരങ്ങി പ്രാർത്ഥിക്കുക. ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുന്ന, ഒരു പേപ്പർ കർത്താവിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ ആത്മാവ് വേറൊരു പേപ്പർ അതിനടിയിൽ കൂടെ കൊടുക്കും. കർത്താവ് അവൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കേട്ടാൽ അവൻ നമ്മൾ ഉദ്ദേശിച്ച് വരത്തില്ല. അവനെ യേശുവിനെ പോലെ ആക്കണമെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നതെല്ലാം കൊടുത്തേക്കരുത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല, ഉപവാസം എടുത്താലോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവ് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് തരാൻ. കാരണം നിങ്ങളത് തന്നാൽ ശരിയാവില്ലെന്ന് കർത്താവിനറിയാം. അതിൻ്റെ താഴോട്ട് വായിച്ചു നോക്കി. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന്. അപ്പം ദൈവഹിത പ്രകാരം ആത്മാവിന്റെ പ്രാർത്ഥന, അതാ ദൈവം കേൾക്കുന്നത്. 28 വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വളരെ പ്രശസ്തമായി. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അപ്പോൾ ഇത് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ ബൈബിളിലത്? ചില ആൾക്കാർ ബൈബിൾ, ഒരു പുതിയ ബൈബിൾ വാങ്ങിച്ചാൽ ആദ്യം അണ്ടർലൈൻ ചെയ്യുന്ന വാക്യം 28 എല്ലാം നന്മയ്ക്കാണ്. പാസ്റ്ററെ, ഞാനൊരു നല്ല കല്യാണം നടന്നില്ല, എല്ലാം നന്മയ്ക്കാ ബ്രദറെ. ഇതിനേക്കാ വലിയ ആലോചന വരും, നന്മ. ആ ജോലി പോയി പാസ്റ്ററെ, ഇതിനേക്കാ നല്ല ജോലി കിട്ടും. ഇതൊക്കെ നമുക്ക് വേണ്ട ആശ്വാസങ്ങൾ. പക്ഷെ ഈ നന്മയാണോ അവിടെ പറയുന്നത് നോക്കി. അടുത്ത വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരങ്ങൾക്ക് ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടനുരൂപരാകുവാൻ. അതാണ് അനുഗ്രഹം. അതായത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം ഇങ്ങനെ സാങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ കഷ്ടപ്പാടായല്ലോ. പക്ഷെ അവസാനം എന്തായി മാറും? ഇതെല്ലാം നമുക്ക് നന്മയ്ക്കായി മാറും. എന്ത് നന്മയാ? അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അപ്പൊ അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണമെങ്കിൽ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം? നമ്മുടെ പ്രാർത്ഥനയല്ല, ആത്മാവിന്റെ ഞരക്കങ്ങൾ ദൈവം കേൾക്കണം. അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന ആത്മാവ് പ്രാർത്ഥിച്ചിട്ടാ. പറയും ചെയ്സ് സ്നേഹത്തെക്കുറിച്ച് ഭയങ്കര പ്രസംഗം. ഇപ്പം പറയും അവനൊരു ശത്രുവിനെ കൊടുത്താലേ അവന് മനസ്സിലാവുള്ളൂ അവൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇന്നലെ വരെ എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുത്തവൻ ഇന്ന് ശത്രുവായി. ഞാൻ വിചാരിക്കും ഇവൻ എന്നാ പറ്റി, എന്താ പറ്റിയെന്നറിയോ? എനിക്ക് സ്നേഹിക്കാൻ കർത്താവ് ഒരു ശത്രുവിനെ തന്നതാ. ആരാ പ്രാർത്ഥിച്ചത്? ദൈവത്തിന്റെ ആത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത വാക്യം വശം. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ തേജസ്കരണത്തിന് വേണ്ടിയുള്ള ഒരു ഞരക്കത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യാശ എപ്പോഴും തേജസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കും എന്ന ആ ഞരക്കത്തെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയാണ് നമ്മൾ രക്ഷിക്കുന്നത്. ഈ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ ആദ്യ ഭാഗം. അതാണ്. അതായത് ആത്മാവ് ആർക്കെല്ലാം ഉണ്ടോ അവരുടെ ഉള്ളിൽ എന്തുണ്ടാകണം? യേശുവിനെ പോലെ ആകാനുള്ളൊരു ഞരക്കം അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും നോക്കാം. അടുത്ത വാക്യം. മതി. എബ്രായ ലേഖനം 1:11 ഒന്നുകൂടെ വായിക്കാം. 11:1.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഓക്കെ, നമുക്ക് ഈ കാണാത്ത കാര്യവും ഇല്ലാത്ത കാര്യമുണ്ട്. ഇല്ലാത്ത കാര്യം, ഈ ഹോളിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞേ. ഈ ഹോളിൽ ഇല്ലാത്തൊരു കാര്യം, ഫാൻ. ക്ലോക്കില്ലേ? ഉണ്ട്. ഫാനില്ല. ഓക്കെ, നമുക്ക് ഫാൻ മേടിക്കാൻ പൈസ ഇല്ലെന്ന് വിചാരിച്ചോ. ഇപ്പം എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം, വിശ്വസിക്കും ബ്രദറെ ഫാൻ വരും, അല്ലേ? കാറില്ല, ഒരു കാർ വേണം, പ്രാർത്ഥിക്കും ബ്രദറെ, വിശ്വസിച്ച് ബ്രദറെ ഇപ്പോൾ കാർ വരും. കാണാത്ത കാര്യമാണോ ഇല്ലാത്ത കാര്യമാണോ? ഇല്ലാത്ത കാര്യം. ഫാനിവിടെ ഉണ്ടായിട്ട് നിങ്ങൾ കാണാത്തതല്ലോ. കാർ നിങ്ങളുടെ ഗാരാജിൽ കിടന്നിട്ടും നിങ്ങൾ കാണാത്തതല്ലോ. ഇല്ലാത്ത കാര്യം അല്ലേ? അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണോ വിശ്വാസം? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണോ? ബൈബിൾ എന്താ പറയുന്നത്? അപ്പം കാണാത്ത കാര്യം എന്താ? ഈ റൂമിൽ ഉണ്ട്, പക്ഷെ കാണത്തില്ല. എന്തോ? വായു. വായു ഉണ്ടെന്നുള്ള വിശ്വാസമാണോ അത്? അല്ല. കാണാത്ത കാര്യം എന്താ? 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി, കാണാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുന്നതാണോ, ഉള്ളത് പക്ഷെ കാണാത്തതിനെ കാണുന്നതാണോ? പറഞ്ഞോ. കാണാത്തതിനെ കാണും. ഫെയ്ത്ത് ഒന്നും ചെയ്യുന്നില്ല, ഫെയ്ത്ത് ആ കാഴ്ച കാണിക്കുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ, ഭൂമി സൂര്യന് ചുറ്റും പോകുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത്? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ടോ ഇല്ലയോ? പറ. ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ച് കറക്കി വിട്ടതാണോ, അതോ കാണാത്ത കാര്യം നിങ്ങളങ്ങ് വിശ്വസിച്ചാണോ? വിശ്വസിച്ച് കറക്കിയതല്ലോ, ഇല്ലാത്ത കാര്യം സംഭവിപ്പിച്ചതല്ലോ. വിശ്വാസം ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതല്ല, കാണാത്ത കാര്യം കാണുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4:18. വായിച്ചാ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ? പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും നിത്യമായ കാര്യങ്ങളുടെ തെളിവുകളും നിശ്ചയവുമാണ് എന്ത്? ഫെയ്ത്ത്. എത്ര പേർക്കുണ്ട് ഉറപ്പ്? വിശ്വാസം എങ്ങനെ പിശാച് നശിപ്പിച്ചിട്ടിരിക്കുന്നത് മനസ്സിലായോ? വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ഫെയ്ത്ത്. അതായത് രക്ഷാകരമായ വിശ്വാസമില്ലാതെ എല്ലാ മതങ്ങളിലും കോമണായി കാണുന്ന കാര്യസാധ്യത്തിന്റെ വിശ്വാസം മാത്രമുള്ളവരായി അത് പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു ജനതയായി ഇന്ന് നമ്മൾ മാറിയിരിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താണ്? കാണാത്ത കാര്യങ്ങളിലേക്കല്ല ഇന്ന് നമ്മുടെ പ്രസംഗങ്ങൾ നമ്മളെ ആകർഷിക്കുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി ഈ ഭൂമിയിൽ കുറച്ചുകൂടെ നല്ലപോലെ ജീവിക്കാനാണ്. അപ്പൊ എന്താണ് ഈ കാണാത്ത കാര്യങ്ങൾ? നമുക്ക് നോക്കാം. നിത്യമായ കാര്യങ്ങൾ. 5 മിനിറ്റേ ഉള്ളൂ, ഞാൻ നാളെ വിശദമായിട്ട് കാണാം. പക്ഷെ അതിൻ്റെ ഒരു പ്രിയാമ്പിൾ, എന്താണ് ഈ സാധനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി. ഈ ചില ചൈനീസ് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു, ഓ ചൈനയാ. ചൈന എന്ന് പറയുന്നത് എന്താ അർത്ഥം? അധികം നാൾ ഓടില്ല എന്നർത്ഥം, കാലം കുറവാന്നർത്ഥം. ഓ മെയ്ഡ് ഇൻ ജപ്പാനാ എന്ന് പറഞ്ഞാലോ, കുറച്ച് കാലം ഓടും. അപ്പോൾ 2 സാധനം നിങ്ങൾക്ക് തന്നെ, ചൈന വേണ്ടത് ജപ്പാൻ, ഏത് മേടിക്കും? ജപ്പാൻ അല്ലേ? എന്താ കാരണം? കൂടുതൽ നാളോടും. അപ്പോൾ കാലം, ഈ കാലം കഴിഞ്ഞ് ഒരു സാധനം നിൽക്കുമെങ്കിൽ അതിന് നിത്യം എന്ന് പറയാം. അതായത് ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോവില്ല. പണ്ട് ഈ മൊബൈൽ ഫോൺകാർ ഈ 2008, 2010 നമ്മളൊരു പറ്റിക്കൽ പറ്റിച്ചു കേരളത്തിൽ. നിങ്ങൾക്ക് ലൈഫ് ടൈം വാറണ്ടി തരുന്നെന്നും പറഞ്ഞുകൊണ്ട് 2025 വരെ 2026 വരെയൊക്കെ ലൈഫ് ടൈം വാറണ്ടി തന്നു. അപ്പോൾ നമ്മളന്ന് വിചാരിച്ചിട്ടുണ്ട് ചത്തുപോകുന്നവരുള്ള വാറണ്ടി എന്നാണ്, ഇറ്റേണൽ. പക്ഷെ അവർ പിന്നെ അത് ക്ലിയർ ചെയ്തു, ഞങ്ങളുടെ ലൈസൻസ് തീരുന്ന 2029 വരെയാണ്. പക്ഷെ ഇപ്പോൾ അവന്മാർ അതെല്ലാം മാറ്റി, എല്ലാം എടുത്ത് കളി. നമ്മളോട് പറയാതെ, നമ്മുടെ സമ്മതമില്ലാതെ എല്ലാം എടുത്ത് മാറ്റി. ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ എത്ര ടൈം പോയാലും പോകാത്തത്, സമയത്തിനപ്പുറത്തുള്ളത്, അതിനെയാണ് നിത്യമെന്ന് പറയുന്നത്. അപ്പം നിത്യത, കാണാത്ത കാര്യങ്ങൾ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിത്യമായ കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്തോ? ആദ്യം സൃഷ്ടിച്ചെന്താ? ലോകത്തിൽ ആദ്യം സൃഷ്ടിച്ചെന്താ? ആകാശം ഭൂമിയും ആണോ? ആർ യു ഷുവർ? ഉൽപ്പത്തി 1:1 ഒന്നുകൂടെ വായിച്ചേ. മനസ്സിൽ വായിച്ചാൽ മതി, അറിയാലോ, കാണാതെ അറിയാലോ.
ബൈബിൾ തുറക്കണ്ട. എന്തോ ആദിയിൽ ദൈവം ആകാശം ഭൂമിയാണോ ദൈവം ആദ്യം സൃഷ്ടിച്ചത്? അല്ല, ടൈമാ. ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. അതുവരെ ക്ലോക്ക് അനങ്ങുന്നില്ലായിരുന്നു, ടൈം ഇല്ലായിരുന്നു, ഇങ്ങനെ നിശ്ചലമായിരുന്നു. നിശ്ചലം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിശ്ചലമായിരുന്നല്ല അർത്ഥം, ടൈം നിശ്ചലമായിരുന്നു. എന്ത് ചെയ്താലും സമയം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു? ഇന്ന് കഴിച്ചായിരുന്നോ? എപ്പോഴായിരുന്നു? ഒരു സമയം ഓർമ്മ വന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കേട്ടപ്പോഴേ ഒരു സമയം ഓർമ്മ വന്നില്ലേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കില്ല, ചിലർക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓർമ്മ വന്നതായിരിക്കും. അപ്പം സമയം. പിള്ളേരുടെ കാര്യം ആലോചിച്ച് നോക്കി, പെട്ടെന്നൊരു സമയം. 10ാം ക്ലാസ് ഒരു പാസ്സാവുന്ന എപ്പോഴായിരിക്കും? കല്യാണം കഴിക്കുന്ന എപ്പോഴേ? ടൈം. അല്ലെങ്കിൽ അവരുണ്ടായ സമയം. അല്ലെങ്കിൽ സമയം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ നമുക്കൊന്നിനെക്കുറിച്ചും ആലോചിക്കാൻ പറ്റില്ല. നാളത്തെ ബൈബിൾ സ്റ്റഡിയെ കുറിച്ച് ആലോചിച്ചേ, സമയം. പെട്ടെന്ന് സമയമല്ലേ വന്നത്? അപ്പം ദൈവം ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ടൈം സ്റ്റാർട്ടഡ്. അതിനകത്താണ് ആകാശവും ഭൂമിയും നമ്മളും എല്ലാം ഉണ്ടായത്. അപ്പം ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സമയത്തിന് വെളിയിൽ എന്താ നടക്കുന്നതെന്ന് കാണാനോ മനസ്സിലാക്കാനോ ഈ കണ്ണുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിയില്ല. കേട്ടോ? അപ്പോൾ സമയത്തിനപ്പുറത്തുള്ള നിത്യത, ഇറ്റേണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഓർഗനാണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം. കാണാത്ത നിത്യമായ കാര്യങ്ങളുടെ തെളിവുകൾ. അത് നമുക്ക് വേറെ ഒരു വഴിയിലും അത് ലഭിക്കില്ല. അത് ലഭിക്കുന്നത് ഈ വിശ്വാസത്തിലൂടെയാണ്. എന്താണ് സമയത്തിന് മുമ്പിൽ നടക്കുന്ന ആ വിശ്വാസത്തിന്റെ വിഷയമായ, രക്ഷയുടെ വിഷയമായ കാര്യം? നമുക്കത് മാത്രം കണ്ടിട്ട് ഒറ്റ വാക്യം വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നാളെ. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. 2 Timothy chapter 1 verse 9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുൻപ്. ഈ ഇംഗ്ലീഷ് വേർഷൻ നോക്കണ്ട, ആ വാക്ക് പഴയൊരു വാക്കാ, കോസ്മോസ് എന്നുള്ള വാക്കാണ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിനുള്ള അർത്ഥത്തിലത്. വേറൊരു വേർഷൻ വായിച്ചേ, ഇംഗ്ലീഷ്. Not according to our works, but according to his own purpose and grace which was given to us in Christ Jesus before time began. കണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? സമയം തുടങ്ങുന്നതിന് മുമ്പ്, ആദിയിൽ എന്ന് പറയുന്നതിന് മുമ്പ്. മലയാളത്തിൽ ഇരിക്കുന്നത് ബിഫോർ സീസൺസ് ബിഗാൻ, കാലങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്. അത് ടൈം, തമിഴിലെല്ലാം അങ്ങനെ, എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ബിഫോർ ടൈം ബിഗാൻ ദൈവം ഒരു പണി ചെയ്തു. എന്താ ചെയ്തെന്നറിയോ? അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരുന്നതാണ്. അപ്പം ഇത് ഇങ്ങനെയാണത്. ടൈം ഇവിടെ ഉണ്ടാകുന്നു, അതിനു മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നു? ഈ ബൈബിളിനകത്ത് ഇത് ഇന്ത്യൻ റുപ്പി കുറെ നാളായി കാണുമല്ലോ കണ്ടിട്ട്. ഇത് ഞാൻ കേരളത്തിൽ എവിടെയോ ഏതോ ചർച്ചിൽ പഠിപ്പിക്കാൻ നേരത്ത്, ഈ കാര്യം പറയാൻ നേരത്ത് ഈ ബൈബിളിനകത്ത് വെച്ചതാണ്. അത് പ്ലെയിനെ കയറി കുവൈറ്റിൽ പോയി, കുവൈറ്റിൽ നിന്ന് പ്ലെയിനെ കയറി അബുദാബിയിൽ വന്നു. ഇനി ഇത് എവിടെയെല്ലാം പോകുമെന്ന് അറിയാൻ മേല. ഈ 10 രൂപയായിട്ട് പോകില്ലായിരുന്നു. 10 രൂപയ്ക്ക് ഇതിന് ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ല, അല്ലേ? ഉണ്ടോ? പക്ഷെ ബൈബിളിന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ബൈബിള് വന്ന വഴി എല്ലാവരും വന്നു, ഈ 10 രൂപ വന്നു. അതുപോലെ സകല കാലത്തിനും സമയത്തിനും മുമ്പ് അവൻ ഈ ലൈനിലെ ടൈം ലൈൻ ഉണ്ടാക്കി തരാ, സമയം ഉണ്ടാക്കി തരാ ദൈവം. ഈ വര ഇവിടെ തുടക്കം, ഇവിടെ അവസാനം ഞാനാ വരച്ചേക്കുന്നേ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ തുടക്കം ഇവിടെ കാണാവുന്ന പോലെ ഇതിന്റെ എൻഡും കാണാം. അതുപോലെ ദൈവം വരച്ച സമയമായതുകൊണ്ട് ദൈവത്തിന് സമയത്തിന്റെ തുടക്കത്തിൽ ആദം പാപം ചെയ്യുന്നതും കാണാം, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതും കാണാം, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒറ്റ നോട്ടത്തിൽ കാണാം. കാരണം അവൻ സർവ്വജ്ഞാനിയും സമയത്തിനും കാലത്തിനും അതീതനുമാണ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ അവൻ അവസാനം എങ്ങനെ കാണാൻ പറ്റും? ആദിയിൽ എന്ന പോലെ തന്നെ, ഇപ്പോൾ എന്ന പോലെ തന്നെ കാണാൻ പറ്റും. അങ്ങനെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ദൈവം എങ്ങനെയാണ് അവന്റെ തെരഞ്ഞെടുത്തവരെ എടുക്കുന്നതെന്നറിയോ? ഈ ടൈം ലൈനോട്ട് നോക്കിയിട്ട് ഇവിടെയുള്ള അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവൻ സമയത്തിന് വെളിയിൽ ക്രിസ്തുവിലാക്കി. എന്നിട്ട് പറഞ്ഞു ആകാശവും ഭൂമി ഉണ്ടാകട്ടെ. അപ്പം നമ്മളെവിടെ ഉണ്ട്? നമ്മളെവിടെ ഉണ്ട്? പറ. ക്രിസ്തുവിലുണ്ട്. കണ്ടായിരുന്നോ നിങ്ങളാരെങ്കിലും? എഫേസ്യർ 1:4 അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ
ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ, ഇൻ ക്രൈസ്റ്റ് തെരഞ്ഞെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? കർത്താവിൽ നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ എവിടെ ഉണ്ട്? കർത്താവിലുണ്ട്. അവൻ ക്രൂശിൽ പോയി മരിക്കുമ്പോൾ ഞാൻ എവിടെ ഉണ്ട്? ക്രൂശിലുണ്ട്. അപ്പൊ അവൻ മരിച്ചപ്പോൾ ആരാ മരിച്ചത്? അവൻ മരിച്ചപ്പോൾ ആരാ മരിച്ചത്? ഞാനാണോ മരിച്ചത്? ഞാനാ മരിച്ചത്. റോമാലേഖനം 6:6 നോക്കിക്കേ. ആ 8 സൊല്യൂഷൻ 6 എഴുതിയിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗ്രീക്കിലെ ശൈലി കാരണം നമുക്ക് മനസ്സിലാക്കാം. 6:6 നോക്കിക്കേ പെട്ടെന്ന്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. ഇപ്പൊ പാപത്തിന് നമ്മൾ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്നൊരു ശരീരം ഉണ്ടായിരുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന്, ദ ബോഡി ഓഫ് സിൻ, നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ആര് ക്രൂശിക്കപ്പെട്ടു? ഞാൻ മരിച്ചു. എത്ര പേരുണ്ട് ഇവിടെ യേശുവിലൂടെ മരിച്ചവരെ? തീർക്കാൻ പോവാ. മരിച്ചു ഉറപ്പാണോ? ഉറപ്പാണോ? അവന്റെ മരണത്തിന്റെ സദൃശത്തോടെ നിങ്ങൾ ഏകീഭവിച്ച് നിങ്ങൾ പുനരുത്ഥാനം ചെയ്യും. മരിച്ചാണോന്ന് എങ്ങനെ അറിയാം? യേശു ക്രൂശിൽ കിടന്നപ്പോൾ മരിച്ചാണോന്ന് എങ്ങനെ അറിഞ്ഞെന്നറിയോ? എങ്ങനെ അറിഞ്ഞ? ഒരു കുന്തം എടുത്ത് കുത്തി നോക്കി, രക്തവും വെള്ളവും ഒഴുകി മരിച്ചു എന്ന് മനസ്സിലായി. അവന്റെ കൂടെ നമ്മളും മരിച്ചു എന്ന് എങ്ങനെ അറിയാം? ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കുത്തി നോക്കും. മരിച്ചെങ്കിൽ നമുക്കൊരു പ്രശ്നവുമില്ല. മരിച്ച ആൾക്ക് പരാതികളില്ല സഹോദരങ്ങളെ. ആ ചർച്ച ചെന്നിട്ട് എന്നെ അവർ ബഹുമാനിച്ചില്ല. മരിച്ചവൻ എന്നെ ബഹുമാനിക്കാനാ? ഗോൺ. വെൻ യു ബിലീവ് ദ അൺസീൻ. നടുക്കത്തെ ക്രൂശിൽ യേശു, അപ്പുറത്തെ ക്രൂശിലൊരു കള്ളൻ, ഇപ്പുറത്തെ ക്രൂശിലൊരു കള്ളൻ. ഇത് കാണാവുന്നത്. കാണാത്ത എന്താണെന്നറിയോ? ഈ നടുക്കത്തെ ക്രൂശിൽ മരിച്ച 10,000 ലക്ഷക്കണക്കിന് കള്ളന്മാരിൽ ഞാനും ഉണ്ടായിരുന്നു. ഐ ഡൈഡ് ഓൺ ദാറ്റ് ക്രോസ്. 2 കൊരിന്ത്യർ ലേഖനം 5:14. ഞാൻ ബൈബിളൊക്കെ മടക്കി. എനിക്കിത് പറഞ്ഞ നിർത്താൻ പറ്റാത്തൊരു അസുഖമുണ്ട് ഇപ്പം. 2 കൊരിന്ത്യർ ലേഖനം 5:14 വായിച്ച. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. അതാ മരിച്ച കാര്യം ഇപ്പൊ നമ്മൾ പറയുന്നുള്ളൂ, ജീവിക്കുന്ന കാര്യം നാളെ പറയാം. കൊളോസ്യർ 2:20 പറയുന്നു, നാം ക്രിസ്തുവിൽ ഈ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. റോമാലേഖനം 7:4 പറയുന്നു, ന്യായപ്രമാണ സംബന്ധമായി അവൻ മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു. വി ഡൈഡ് ഇൻ ക്രൈസ്റ്റ്. അവനിൽ നമ്മൾ മരിച്ചു. ഇനി വീട്ടോട്ട് പോകുമ്പോൾ മരിച്ചവരായിട്ടാണ് പോകുന്നത്. ജീവിക്കുന്ന കർത്താവാ അല്ലേ? ജീവിക്കുന്ന കർത്താവ്. എന്ത് പ്രൊവക്കേഷനാണ്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഇന്നേ അവരൊരു ശവം എഴുന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ ബഹുമാനിക്കുന്ന പോരാ, പടക്കം പൊട്ടിക്കുന്ന ഉറക്ക പോരാ. നാട്ടിലൊക്കെ, തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്, പടക്കം പെട്ടാന്ന് പൊട്ടുകയാണ് മരിച്ച. ആരും പറഞ്ഞിട്ടുണ്ട് ഇത്ര ബാൻഡ് മേളം പോരാ, 2 പേരുടെ സാക്ഷ്യം പറയട്ടെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ആരും പറയില്ല. മരിച്ചവന് നോ കംപ്ലൈൻസ്. ലോകത്തെക്കുറിച്ചും പരാതിയില്ല. പിശാച് പറയാം. അപ്പം ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു അല്ലേ? ഇപ്പം ഞങ്ങൾക്ക് 4 പിള്ളേർ, ഞാൻ 4 പിള്ളേരുടെ ഫീസ് കൊണ്ടുപോയി സ്കൂളിൽ അടച്ചു. 4 പിള്ളേരുടെ ഫീസ് അടച്ചത് ഞാനാണെങ്കിൽ രസീത് ആരുടെ പേരിലാണ് കിട്ടുന്നറിയോ? ഈ 4 പിള്ളേരുടെ പേരിലാണ് കിട്ടുന്നത് അല്ലേ? അപ്പം യേശു ആ ക്രൂശിൽ മരിച്ചത്, പക്ഷെ മരിച്ചു എന്നുള്ള രസീത് ആരുടെ കയ്യിലാണ് കിട്ടേക്കുന്നറിയോ? നമ്മുടെ പേര്. എത്ര പേരുടെ കയ്യിലെ രസീതുണ്ട്? അപ്പോൾ പിശാച് പറയും, നാളെ നിന്നെ ഞാൻ കൊല്ലും, നിനക്ക് രോഗം വന്നിച്ചാവും. ഞാൻ എന്താ പറയുന്നറിയോ? ഓൾറെഡി ചത്തവൻ ഇനി എന്നെ കൊല്ലാൻ. നത്തിങ്, വി വിൽ ഓൺലി ബി പ്രൊമോട്ടഡ് ടു ഹെവൻ. ഇങ്ങനെ പറയുന്നതിനെ പിശാചിന് പേടിപ്പിക്കാൻ പറ്റില്ല. When you overcome the fear of death by the death of Christ on the cross, ഒരു പിശാചിനെ നമ്മൾ പേടിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് കൺസേൺഡ് ആകുമ്പോൾ അവൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ പ്രവചിച്ചു. എനിക്കിതിപ്പോൾ പറയുമ്പോൾ തന്നെ വിഷമമായിട്ട് തോന്നുന്നുണ്ട്. നിന്നെ സമയത്തിന് മുൻപേ നിത്യതയിലേക്ക് തള്ളിയിടാൻ പിശാച് ആലോചന ചോദിച്ചുകൊണ്ടിരിക്കും. മരിക്കുന്ന കാര്യം പറയുന്ന ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നേക്കാം, കർത്താവേ കഴിഞ്ഞ ആഴ്ചവട്ടക്കാൽ അനേകർ സ്വർഗത്തിലേക്ക് പോയപ്പോൾ എന്നെ മാത്രം ഇവിടെ ഇട്ടതിനായിട്ട് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മരണത്തെ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് മരിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരു മരണമുള്ളൂ. നമ്മുടെ മരണം അവൻ്റെ കൂടെ തീർന്നുപോയി. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷം വരുന്നില്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഇനി മരിക്കണ്ട, നമ്മുടെ മരണം തീർന്നു പോയി. അപ്പോൾ പാപജഡത്തിന് കർത്താവ് നീക്കം വരുത്തി. ഭയങ്കര വേദനയായിരുന്നു, അത് കർത്താവ് അനുഭവിച്ചു. എനിക്ക് പകരം അവൻ മരിച്ചു, അതുകൊണ്ട് ഞാൻ മരിച്ചു. നിത്യമായ കാര്യമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇതാണ് കാണാത്ത കാര്യത്തിന്റെ തെളിവ്. ആൾക്കാരെന്നെ തോണ്ടുമ്പം എനിക്ക് തെളിവ് കിട്ടും, ഞാൻ മരിച്ചതാ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മരണത്തിന്റെ കൂട്ടായ്മയും അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ കൂട്ടായ്മയും അനുഭവിച്ച് യേശു പ്രാപിച്ച അതേ പുനരുത്ഥാനം പ്രാപിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിലുള്ള ക്രിസ്തുവിന്റെ നീതിയിലേക്ക് ദൈവമേ ഞങ്ങളിവിടെ നടത്തണമേ.
ഞങ്ങൾക്കിത് വെളിപ്പാടായി നൽകണമേ. ഞങ്ങൾ കേൾവിയാലല്ല കർത്താവെ, ഓർമ്മയാലല്ല, ബുദ്ധിയാലല്ല, ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളായി ഞങ്ങൾക്ക് നൽകണം. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.